ആൻഡ് ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ചാപ്റ്റർ യൂണിറ്റ് 4 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും മനസ്സിലാക്കാനും പഠിപ്പിക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാന്ന് തോന്നുന്നു. ബിക്കോസ് ഇതിൽ കുറെ മൈക്രോ ഓർഗാനിസംസ്, അവരുടെ ആക്ഷൻ ഇൻ ഫുഡ്, അങ്ങനത്തെ ഒരു കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതുവരെ കേട്ട കുറെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ അത്ര ഫെമിലിയർ അല്ലാതെ കുറെ വേർഡ്സും കുറെ കാര്യങ്ങളൊക്കെ കേട്ടതിന്റെ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് റീഡ് ചെയ്യുമ്പോഴും അതുപോലെ ഇതിനെ പറ്റിയിട്ട് കുറെ കൂടെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ബുക്സ് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറേം കൂടി ഐഡിയാസ് ഇൻഫോർമേറ്റീവ് ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം പെട്ടെന്നുള്ള സെഷൻസ് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ ഒരു എന്താ പറയാ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കേണ്ട സാധനങ്ങളെ നമ്മൾ ബ്രീഫ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മളും ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളെ മാതിരി റെഗുലർ ആയിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന ആൾക്കാരല്ല, മീൻസ് ഇങ്ങനെ ഒരു ലെക്ചർ ടൈപ്പിൽ എടുക്കുന്ന ആൾക്കാരും അല്ല. അപ്പൊ ആ കിട്ടിയ ടോപ്പിക്സിനെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞങ്ങൾ അത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇപ്പോഴും അതിനകത്ത് എല്ലാ ദിവസവും പറയുന്ന പോലെ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കാം ക്ലാസ് സെഷൻ തീരുന്ന ഇതിന് ശേഷം. അതുപോലെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മൾ ഇന്നിവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി ഫുഡ് കണ്ടാമിനേഷൻ എന്താണെന്നുള്ളതാണ്. വാട്ട് ഈസ് ഫുഡ് കണ്ടാമിനേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം ഫുഡ് കണ്ടാമിനേറ്റഡ് ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതിന് അത്ര വേണ്ടുന്ന ഒരു എന്താ പറയാ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഇൻട്രസ്റ്റഡ് അല്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ കണ്ടാമിനേഷൻ എങ്ങനെയാ ഉണ്ടാവുന്നത്, അല്ലെ അതെങ്ങനെ ഉണ്ടാവാതിരിക്കാം, അതിനെങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഇതിനെപ്പറ്റിയൊന്നും ആരും ശ്രദ്ധിക്കാറില്ലാത്ത ഒരു ഏരിയ ആണ്. പക്ഷെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ മനുഷ്യർക്കും, ഇപ്പൊ ഡയറ്റീഷ്യൻസെന്നോ അല്ലെങ്കിൽ ഹെൽത്തിലെ ജീവനക്കാരെന്നോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വളരെ പ്രാധാന്യപ്പെട്ട് അറിയേണ്ട ചില വിഷയങ്ങളാണ് ഈ ഫുഡ് കണ്ടാമിനേഷൻ അല്ലെ ഫുഡ് അഡൾട്രേഷൻ എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകളിൽ വരുന്ന സംഗതികൾ. കാരണം ഏത് ഓർഗാനിസം ആണ് നമ്മളെ അഫക്ട് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതല്ല, പക്ഷേ എന്തൊക്കെയാണ് നമ്മുടെ ഫുഡിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ കുറെ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളൊക്കെ ഉണ്ട്, അവരെ നമുക്ക് ഉപദ്രവകാരികളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കോമൺ മാൻ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇത്രയും ദിവസം നമ്മൾ ഡയറ്ററ്റിക്സും ന്യൂട്രീഷനും ഒക്കെ പഠിച്ച സമയത്ത്, ഫുഡ് സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസ് നമ്മളെ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആക്കുന്നത് എന്നുള്ളതായിരുന്നു. എന്തൊക്കെയാണ് ന്യൂട്രിയൻസ്, അതിന്റെ ആ ഒരു ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് ആയിരുന്നു. ഇനിയും ഒരു ഭക്ഷണത്തിന് മനുഷ്യനെ നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മനുഷ്യനെ കൊല്ലാൻ സാധ്യതയുള്ള ഒരു സാധനം കൂടിയാണ് ഈ ഭക്ഷണം. അത് ഏത് രീതിയിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് മേജർ ആയിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിന്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ കോസസ് ഓഫ് കണ്ടാമിനേഷൻ. കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ടേംസിൽ എന്താ പറയണ്ടേ, കണ്ടാമിനേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടാമിനേഷൻ, വെറുതെ നമ്മളൊരു അരി വാങ്ങുകയാണ്, അരിക്കകത്ത് കുറച്ച് കല്ല് കിടക്കുകയാണെങ്കിൽ അത് ഒരു ടൈപ്പ് ഓഫ് കണ്ടാമിനേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പം അരി കുറച്ച് നാള് നമ്മൾ വീട്ടിൽ വെച്ചു, അതിനകത്ത് നമ്മൾ ഓരോ ദിവസം എടുക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ പറ്റി അതിനകത്ത് കുറച്ച് പൂപ്പലൊക്കെ പിടിക്കുകയാണെങ്കിൽ അത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ആണെന്ന് പറയാം. ഇനിയിപ്പോ നമുക്ക് കൊണ്ടുവന്ന അരി ഭയങ്കര എന്താ ലോ ക്വാളിറ്റിയിൽ പെടുന്നതായിരുന്നു, അപ്പം അത് ആ വില കുറഞ്ഞ് കിട്ടുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കൂടുതലായിട്ട് തളിച്ച് കീടനാശിനി പ്രയോഗം കൂടുതലുള്ള അരി ആയിരുന്നു എങ്കിൽ അതിനകത്ത് വരുന്ന കീടനാശിനിയാണ് നമ്മുടെ പോസിറ്റീവ് ഫാക്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ കെമിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയും. അപ്പം കണ്ടാമിനേഷൻ എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, ടൈപ്സ് ഓഫ് കണ്ടാമിനേഷൻ, അഗെയിൻ അത് ഏതൊക്കെ രീതിയിലൂടെയാണ്, ഏതൊക്കെ വിധത്തിലാണ്, എങ്ങനെയാണിത് സാധാരണ നിത്യജീവിതത്തിൽ നമ്മളത് കണ്ട് വരേണ്ട വഴികൾ ഏതൊക്കെയാണ് കോമൺ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഭക്ഷണത്തിൽ ഈ കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നത്. ദെൻ അനദർ സെക്ടർ അഡൾട്രേഷൻ, എങ്ങനെയാണ് ഒരു ഭക്ഷണത്തിന്റെ മൂല്യം ഇല്ലാണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിനെ എന്താ പറയാ അതിന്റെ ക്വാളിറ്റീനെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ്. കണ്ടാമിനേഷന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് കണ്ടാമിനേഷൻ ഇസ് ജനറലി ഡിഫൈൻഡ് ആസ് ഫുഡ്സ് ദാറ്റ് ആർ സ്പോയിൽഡ് ഓർ tainted because they either contain microorganisms such as bacteria, parasite, or toxic substances that make them unfit for consumption. A food contaminant can be biological, chemical, or physical in nature, with the former being more common. അതായത് ബയോളജിക്കൽ ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു മൈക്രോ ഓർഗാനിസത്തിന് നമ്മുടെ ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യാം. മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആവാം, ഒരു പാരസൈറ്റ് ആവാം, ഇല്ലെങ്കിൽ ഒരു ടോക്സിക് സബ്സ്റ്റൻസസ് ആവാം. ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്ത് വസ്തുക്കളും ഭക്ഷണത്തിൽ കലരുന്നു, അത് ആ ഒരു കലർന്ന അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ഫുഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്.
പറയുന്നത്. അത് മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളാണെങ്കിൽ അതിനകത്ത് ബാക്ടീരിയ, പാരസൈറ്റ്സ്, അതുപോലെ മറ്റ് ടോക്സിക് ആയിട്ടുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ് ആണെങ്കിൽ അത്, അങ്ങനെ അവരാണ് നമ്മുടെ ഫുഡിനെ അൺഫിറ്റ് ഫോർ കൺസംഷൻ, നമുക്ക് കഴിക്കാൻ ഭക്ഷ്യയോഗ്യമല്ലാതെ ആക്കുന്ന ആൾക്കാർ അവരൊക്കെയാണ്. ഈ ഫുഡ് കണ്ടാമിനന്റ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു, ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ ഇൻ നേച്ചർ. അപ്പൊ ബയോളജിക്കൽ എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളുടെ പ്രയോഗം, എന്ന് പറയുമ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങൾ. അതുപോലെ ഫിസിക്കൽ എന്ന് പറയുന്നത് ഭക്ഷണം അല്ല, മീൻസ് അരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോ ഫുഡ് അതിനകത്തേക്ക് മറ്റെന്തെങ്കിലും സാധനങ്ങൾ കലർന്നു വരികയാണെങ്കിൽ അതിനെയാണ് ഫിസിക്കൽ എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ തന്നെയാണ്. ഏത് ഭക്ഷണ സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഫിസിക്കൽ കണ്ടാമിനേഷൻ ആണോ കൂടുതൽ, കെമിക്കൽ ആണോ, ബയോളജിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ബയോളജിക്കൽ കണ്ടാമിനേഷൻ തന്നെയാണ് മോസ്റ്റ് പോപ്പുലർ അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ എന്ന് പറയാവുന്നത്. നെക്സ്റ്റ്, ഓക്കെ, കോസസ് ഓഫ് കണ്ടാമിനേഷൻ. എങ്ങനെയാണ് ഇത് കണ്ടാമിനേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം എങ്ങനെയാണ് പിന്നെ കണ്ടാമിനേഷൻ സംഭവിക്കുന്നത്? അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസ് നമ്മുടെ ഭക്ഷണത്തിൽ കടന്നുകൂടുമ്പോഴാണ് ഭക്ഷണം കണ്ടാമിനേറ്റഡ് ആവുന്നത്. അത് ബാക്ടീരിയ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം, ബാക്ടീരിയോ വൈറസോ പാരസൈറ്റോ എന്ത് വേണമെങ്കിലും ആകാം. അവര് നമ്മൾ ഈ ഭക്ഷണത്തിനകത്ത് കലർന്നിട്ട് അത് നമ്മുടെ വയറ്റിൽ ചെന്ന് നമുക്ക് അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഫുഡ് സ്പോയിലേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആദ്യം നമുക്ക് വയറുവേദന ഉണ്ടാവാം, ഛർദി ഉണ്ടാവാം, അത് സിവിയർ ആവുകയാണെങ്കിൽ നമുക്ക് തലവേദന, അതുപോലെ പനി വരുന്നത് പോലെ തോന്നും. പിന്നെ അത് ഡീഹൈഡ്രേഷനിലേക്ക് എത്തി നമ്മൾ ഫെയിന്റഡ് ആവും. അത് നമുക്ക് മരണത്തിലേക്ക് വരെ എത്തിക്കാനുള്ള സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഫുഡ് കണ്ടാമിനേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് ഒന്നുകിൽ ഭക്ഷണം നേരിട്ടിരുന്ന് കേടാകുന്നതായിരിക്കും, അതിന്റെ ടെമ്പറേച്ചറും അതിന്റെ ബാക്കി അസിഡിറ്റിയും ആൽക്കലൈനിറ്റിയും ഒക്കെ മാറിയിട്ട് അങ്ങനെ വരുന്ന കേടാവുന്നത് കൊണ്ടും നമ്മുടെ ഭക്ഷണം കേടാവാം. അതുപോലെ സൂക്ഷ്മജീവികൾ അതിനകത്ത് എൻറ്റർ ചെയ്തിട്ട് ഭക്ഷണം കേടാവുന്ന അവസ്ഥയുണ്ട്. ഇത് രണ്ടും നമുക്ക് ഫുഡ് പോയ്സണിങ് അല്ലെ ഫുഡ് കണ്ടാമിനേഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ് ഉണ്ട്, അതുപോലെ അതിന്റെ ടോക്സിൻസ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ്. ഇപ്പൊ ഒരു ഓർഗാനിസം ഫുഡിനകത്ത് വീണാൽ മാത്രമേ, ഒരു ബാക്ടീരിയ ഫുഡിനകത്തേക്ക് വീണാൽ മാത്രമേ അത് കണ്ടാമിനേറ്റ് ആവൂ അല്ലെങ്കിൽ സ്പോയിൽ ആവൂ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷെ ആ ഓർഗാനിസത്തിന്റെ സ്പോർസ് അല്ലെങ്കിൽ അതിന്റെ മുട്ട, ലാവ, എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഈ ഭക്ഷണത്തിൽ കടന്നുകൂടിയാൽ പോലും അത് നമുക്ക് ഈ പറയുന്ന ടോക്സിസിറ്റി അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഏത് ഫുഡിൽ വേണമെങ്കിലും സംഭവിക്കാം കേട്ടോ. ഫാം ടു ടേബിൾ, അതായത് നമ്മുടെ പാടത്ത് ഇത് കൃഷി ചെയ്യുന്ന മൊമെന്റ് അവിടെ തൊട്ട് ഇത് നമ്മൾ ടേബിളിൽ കുക്ക് ചെയ്ത് കൊണ്ടുവെക്കണ വരെയുള്ള പല സ്റ്റേജസ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. ആ ഫാം ടു റോ ടു കുക്ക് ഫുഡ് അല്ലെങ്കിൽ ഫാം ടു ടേബിൾ എന്ന് പറയുന്ന അത്രയും നേരത്തില് ഏത് സ്റ്റെപ്പില് ഏത് പ്രോസസ്സിൽ വേണമെങ്കിലും നമ്മുടെ ഈ കണ്ടാമിനേഷൻ സംഭവിക്കാം. അത് എന്താ പറയാ, ചെടി വളർന്നു വരുമ്പോൾ അതിനകത്ത് വേണമെങ്കിൽ ഏതെങ്കിലും ഓർഗാനിസം അറ്റാക്ക് ചെയ്തിട്ട് അതിനെ കേടാക്കി അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടാവും. ഇനിയിപ്പോ ഇത് ഹാർവെസ്റ്റ് ചെയ്തു, കൃഷിയെല്ലാം കഴിഞ്ഞു, അവര് ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ എന്തെങ്കിലും ടെമ്പറേച്ചറിന്റെ വേരിയേഷനോ എന്തെങ്കിലും സ്റ്റോറേജ് അത്ര പ്രോപ്പർ അല്ലാതെ വരുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് നമുക്ക് കണ്ടാമിനേഷൻ, മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ഷൻ ഉണ്ടായിട്ട് കണ്ടാമിനേഷൻ സംഭവിക്കാം. ഇനിയിപ്പോ അത് അവിടെ നിന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇതിന്റെ ഗോഡൌണിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ്. ആ ഷിഫ്റ്റിങ്ങിന്റെ മൊമെന്റിൽ വേണമെങ്കിൽ അതിന്റെ അകത്ത് കണ്ടാമിനേഷൻ സംഭവിക്കാം. ഇനിയിപ്പോ അത് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ഇതിൽ റീറ്റെയിൽ സെല്ലറിന്റെ അടുത്ത് എത്തി അവിടെ നിന്ന് അയാൾ പാക്ക് ചെയ്യുമ്പോൾ ആ സമയത്തിൽ വേണമെങ്കിൽ കണ്ടാമിനേഷൻ സംഭവിക്കാം. അങ്ങനെ ഇതിന്റെ ഓരോ സ്റ്റേജ്, ഇനി ഇതിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നമ്മൾ വീട്ടിൽ വാങ്ങി കൊണ്ടുവരുന്നു. ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് സംഭവിച്ചത് പോരാത്തതിന് നമ്മൾ വീട്ടിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ കണ്ടാമിനേഷൻ സംഭവിക്കാം. അതും കഴിഞ്ഞ് നമ്മളിത് വീട്ടിൽ കൊണ്ടുവച്ചു, നമ്മളത് നന്നാക്കി എടുത്തു, ഒരു കുഴപ്പമില്ലാത്ത സാധനമായിരുന്നു നമുക്ക് കിട്ടിയത്, നമ്മൾ നന്നാക്കി ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഇത് അതിന്റെ ആ പ്രോപ്പർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അത് പുറത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇത്ര പർട്ടിക്കുലർ ടൈം പീരീഡിന് മുകളിലേക്ക് നമ്മൾ അത് പുറത്ത് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് അതിനകത്ത് കണ്ടാമിനേഷൻ സംഭവിക്കാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഫാം ടു ടേബിൾ, നമ്മളെ വായിലെത്തുന്നോടം വരയ്ക്കുള്ള ഏത് മൊമെന്റിൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കണ്ടാമിനേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം അതൊരു ബാക്ടീരിയോ വൈറസോ അല്ലെങ്കിൽ ഒരു പാരസൈറ്റോ ആവാം, ഇല്ലെങ്കിൽ അതിന്റെ സ്പോർസോ അതിന്റെ മറ്റെന്തെങ്കിലും ടോക്സിൻസ് ഈ ഫുഡിനകത്ത് എൻറ്റർ ചെയ്താലും നമുക്ക് ഈ കണ്ടാമിനേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടാമിനേഷൻ ക്യാൻ ഓൾസോ ഒക്കർ അറ്റ് ഹോം
ഇഫ് ദ ഫുഡ് ഇസ് ഇൻകറക്ട്ലി ഹാൻഡിൽഡ് ഓർ കുക്ക്ഡ്. അത് കുക്ക് ചെയ്യുമ്പോൾ ഇനിയിപ്പോ നമ്മളത് സംഭവം ഇതിനകത്ത് എന്തെങ്കിലും ഒരു സ്പോസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യുമ്പം നഷ്ടപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ കളയാൻ പറ്റുന്നതായിരുന്നെങ്കിൽ പ്രോപ്പർ വാഷിംഗ് ടെക്നിക്കിൽ കൂടെ നമുക്ക് ചിലപ്പോൾ അതിനെ ഒഴിവാക്കാമായിരുന്നിരിക്കാം. പക്ഷെ അത് വാഷിങ് മോശമായതുകൊണ്ടും ചിലപ്പോൾ നമുക്കിത് സംഭവിക്കാം. അപ്പം വീട്ടിൽ നിന്നും സംഭവിക്കാം, ഫാമിന് സംഭവിക്കാം, സ്റ്റോറേജിന്റെ വേരിയസ് പ്രോസസ്സിൽ സംഭവിക്കാം. എവിടെ നിന്ന് വേണമെങ്കിലും ഈ കണ്ടാമിനേഷന്റെ കോസസ് അല്ലെങ്കിൽ അതിന്റെ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇനി നമ്മൾ ഇനി അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടാമിനേഷൻസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന സബ്ജക്ട്സിനെ പെട്ടെന്ന് ഓർത്ത് കഴിഞ്ഞാൽ കണ്ടാമിനേഷനും അതുപോലെ 3 ടൈപ്പ് ആണെന്നുള്ളത് ഓർക്കുക. ബയോളജിക്കൽ കണ്ടാമിനേഷൻ, ഫിസിക്കൽ കണ്ടാമിനേഷൻ ആൻഡ് കെമിക്കൽ കണ്ടാമിനേഷൻ ആണ് 3 പ്രധാനപ്പെട്ട ക്ലാസസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4മതായിട്ട് ഒന്നും കൂടെ നമുക്ക് പറയാം ക്രോസ് കണ്ടാമിനേഷൻ. അപ്പൊ ഇതിന്റെ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ബയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ നിങ്ങൾ എല്ലാ ബുക്സിലും ഒന്ന് നോക്കിയാൽ കാണണം എന്നില്ല, പക്ഷെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടി മനസ്സിലായി പോകണം. ഈ ബയോളജിക്കൽ കണ്ടാമിനേഷൻ എന്താണെന്ന് വെച്ചാൽ ബയോളജിക്കൽ കണ്ടാമിനേഷൻ ഇസ് വൺ ഓഫ് ദ കോമൺ കോസസ് ഓഫ് ഫുഡ് പോയിസണിങ് ആസ് വെൽ ആസ് സ്പോയിലേജ്. ഫുഡ് കണ്ടാമിനേഷൻ ഉണ്ടാവുന്നതിന്റെ സ്പോയിലേജ് ഉണ്ടാവുന്നതിന്റെയും ഫുഡ് പോയിസണിങ് ഉണ്ടാവുന്നതിന്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ബയോളജിക്കൽ കണ്ടാമിനേഷൻ തന്നെയാണ്. കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് ബൈ അതർ ലിവിംഗ് ഓർഗാനിസംസ് ഇസ് നോൺ ആസ് ബയോളജിക്കൽ ഫുഡ് കണ്ടാമിനേഷൻ. ഇത് മറ്റ് ഒരു സൂക്ഷ്മജീവി ഭക്ഷണത്തിൽ കയറി അത് അവിടെ ഇരുന്ന് അത് ആ ഭക്ഷണത്തിനെ ഉപദ്രവിച്ച് അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേജിന് പറയുന്ന പേരാണ് ബയോളജിക്കൽ ഫുഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. During biological contamination, the harmful bacteria spread on foods that you consume. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിനകത്ത് എൻ്റർ ആയിരിക്കുന്ന ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ മറ്റ് പാരസൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് നമ്മൾ ഈ ഭക്ഷണത്തിനകത്ത് കൂടെ നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നു. അത് അവിടുന്ന് ഒരു സിംഗിൾ ബാക്ടീരിയമായിട്ടായിരിക്കും നമ്മുടെ വയറ്റിലെത്തുന്നത്. പക്ഷേ ഈ മൈക്രോ ഓർഗാനിസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസ്, അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ സ്കൂൾ ലെവലിൽ തൊട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ഓരോ ആൾക്കാർക്കും ഇപ്പൊ നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഫേവറബിൾ ആയിരിക്കണം. ഒരു മുതിർന്ന വ്യക്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോലി ഉണ്ടാവണം, നല്ല ജോലി ഇൻ ദ സെൻസ് ഒരു ജോലി ഉണ്ടാവണം, നമുക്കൊരു വീട് ഉണ്ടാവണം, നമുക്ക് കഴിക്കാൻ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവണം, ഉടുക്കാൻ വസ്ത്രം ഉണ്ടാവണം, നമുക്ക് ജീവിക്കാനുള്ള മറ്റൊരുപാട് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നാട്ടിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എന്ന് പറയുന്നത് പോലെ നമ്മളെ പോലെ തന്നെയാണ് ഓരോ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും മറ്റ് ഏതെങ്കിലും പാരസിറ്റിക് ഓർഗാനിസം ആണെങ്കിലും ഇവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കണം. അതിന്റെ ന്യൂട്രീഷൻ, ഈ പറയുന്ന ന്യൂട്രീഷൻ അവർക്കും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇങ്ങനെ പറയുന്ന നമ്മളെ മാക്രോ മൈക്രോ ന്യൂട്രിയൻസിന്റെ എല്ലാം സബ്സ്ട്രേറ്റ്സ് ഈ ഓർഗാനിസത്തിനും ലിവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അതുപോലെ ഓക്സിജന്റെ ലഭ്യത, നമുക്ക് ചില ഓർഗാനിസത്തിന് ഓക്സിജൻ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അതേസമയം നമുക്ക് ചില ഓർഗാനിസത്തിന് ഓക്സിജൻ ആവശ്യമില്ല. ചില ഓർഗാനിസത്തിന് നമ്മുടെ വാട്ടർ കണ്ടന്റ്, വാട്ടർ അവൈലബിൾ വാട്ടർ എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ അകത്ത് അവർക്ക് ആവശ്യമായിട്ട് വരും. ചിലർക്ക് അതും ആവശ്യമില്ല. പിന്നെ ചിലർക്ക് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ്, തണുപ്പ് തണിക്ക് ചില ഓർഗാനിസത്തിന് ജീവിക്കാൻ പറ്റുക, ചിലർക്ക് നല്ല ഒരു ഹൈ ടെമ്പറേച്ചർ, ചിലർക്ക് മോഡറേറ്റ് ടെമ്പറേച്ചർ, അങ്ങനെ വേണം. അസിഡിറ്റി, pH ഒരു ഭക്ഷണത്തിന്റെ pHഉം ഇവരുടെ ജീവിത സാഹചര്യത്തിന് നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ലൈറ്റ്, ഇപ്പൊ ചില ആൾക്കാർക്ക് ലൈറ്റിന്റെ പ്രസൻസിലേ ജീവിക്കാൻ പറ്റുള്ളൂ, ചില ആൾക്കാർക്ക് ലൈറ്റിന്റെ ആബ്സെൻസിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കുറെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുവാണെങ്കിൽ മാത്രമേ ഈ ഓർഗാനിസം ആക്ച്വലി ഇത് മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു മനുഷ്യൻ ജീവിച്ച് അത് അഡോളസെന്റ് പീരീഡിൽ നിന്ന് അഡൾട്ടായി അവിടുന്ന് അത് കല്യാണം കഴിഞ്ഞ് അതിന് കുഞ്ഞുണ്ടായി അങ്ങനെയാണ് നമ്മുടെ ജനറേഷൻ കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ മൈക്രോ ഓർഗാനിസത്തിന് അങ്ങനെയല്ല. അവർക്ക് ഒരു എന്താ പറയാ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ അവർ എന്ന് പറയുന്നത് അവരുടെ ലോഗറിതമിക് മൾട്ടിപ്ലിക്കേഷൻ നടന്ന് നമ്പർ ഓഫ് ഓർഗാനിസം പെട്ടെന്നാണ് ആ കോളനീസ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇവര് വലുതായി ആ ഒരു ഏരിയ കംപ്ലീറ്റ് അവർ നശിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ എടുത്ത് തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഇതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓർഗാനിസം അല്ലെങ്കിൽ അതിന്റെ ലാവ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞൊരു പീസ് മതി, പക്ഷെ അത് നമ്മുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ
മൾട്ടിപ്ലിക്കേഷൻ ഇസ് വെരി ഫാസ്റ്റർ. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇവർ നമുക്ക് പിന്നെ ഇതിന്റെ സെക്കൻഡ് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പം contamination of food items by other living organism is known as biological food contamination. During biological contamination, the harmful bacteria spread on foods that you consume. Even a single bacterium can multiply very quickly when they find ideal growth conditions. ഈ ideal growth conditions ആണ് ഞാനിപ്പോ പറഞ്ഞു തന്നതൊക്കെ. Not just bacteria, but also their process of multiplying can be quite harmful to humans. അത് അവരുടെ ആ ഈ ഒരു ഓർഗാനിസം മാത്രമല്ല, ആ കോളനി നമുക്ക് ഹാർംഫുൾ ആണ്. അതുപോലെ ഇവരുടെ ആ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സും നമുക്ക് ഹാർംഫുൾ ആയിട്ട് തീരുന്നുണ്ട്. The common place where you can find bacteria are dust, raw meat, the air, the human body, pets and pests, kitchen clothes. ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ട് ഈ മൈക്രോ ഓർഗാനിസംസ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളെപ്പോഴും ഒരു മൈക്രോബയോളജി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ലാബുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്ന സമയത്തോ ബയോളജി പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ തന്നെ കോടാനുകോടി കുഞ്ഞു മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാം നമുക്ക് ഹാർംഫുൾ അല്ല. കുറെ ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ കുറച്ചുപേര് ചില ഫേവറബിൾ കണ്ടീഷൻസ് വന്നു കഴിയുമ്പോൾ അവരവരുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് ഹാർംഫുൾ ആയി തീരുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ കൈ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. പക്ഷെ അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരെ നമ്മൾ കൊണ്ടുപോയി മൂക്കിലും കണ്ണിലും വായിലും ഒക്കെ തൊട്ട് ചെവിയിലും ഇപ്പൊ കൊറോണ ആണെങ്കിലും ഒക്കെ നമ്മൾ പറയുന്ന പോലെ അവർക്ക് ആ ഫേവറബിൾ കണ്ടീഷൻസ് എല്ലാം ആയി കഴിയുമ്പോഴാണ് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും, കിച്ചൺ ക്ലോത്ത്സ് വരെ ശരിക്കും മൈക്രോ ഓർഗാനിസത്തിന് പെറ്റുപെരുകാനുള്ള വളരെ ചാൻസ് കൂടിയ ഇടമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഹൈജീനിക് മെഷേഴ്സ് അവിടെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ കൊല്ലാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ഹൈജീനിക് മെഷേഴ്സ് ആണ് ആക്ച്വലി ടു പ്രിവെന്റ് ഓൾ ദീസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. And the last sentence, the best way to avoid food contamination is by washing the food items with thoroughly and wash the kitchen clothes on a regular basis. ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ്, നമ്മൾ ഹൈജീൻ മെഷേഴ്സ് ആണ് ടു പ്രിവെന്റ് ദ കണ്ടാമിനേഷൻ. അത് ബയോളജിക്കൽ ആണ്, ഫിസിക്കൽ ആയാലും കെമിക്കൽ ആയാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാഷിംഗ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, നമ്മൾ വാങ്ങുന്ന ഫുഡ് ഐറ്റം, അത് ഫ്രൂട്ട് ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, സീരിയൽസ് ആയിക്കോട്ടെ, പാല് നമുക്ക് കഴുകാൻ പറ്റത്തില്ല. പാലെടുക്കുന്ന പാത്രം നന്നായിട്ട് കഴുകുക എന്ന് പറയുന്ന പോലെ ചെറിയ ഡീവിയേഷൻസ് ഉണ്ട്. ബാക്കി റോ ആയിട്ട് എടുക്കുന്ന ഏത് ഫുഡ് ഐറ്റം കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ഈവൻ നമ്മൾ ഫുഡ് ഐറ്റംസ് മാത്രം വാഷ് ചെയ്താൽ പോരാ, നമ്മുടെ ഹാൻഡ്സ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചൺ ഗ്യാസ് സ്റ്റൗസ് അല്ലെങ്കിൽ മൈക്രോവേവ്സ്, അങ്ങനത്തെ നമ്മൾ യൂടെൻസിൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും കൃത്യമായിട്ട് നമ്മൾ ക്ലീൻഡ് ആയിരിക്കണം. അതുപോലെ നമുക്ക് അറിയാം, നമ്മുടെ എല്ലാം വീട്ടില് നമ്മൾ ക്ലോത്ത്സ് യൂസ് ചെയ്യും. കിച്ചണിൽ ക്ലോത്ത്സ് നമ്മൾ പിടിക്കും, ചൂടുള്ള പാത്രമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ക്ലോത്ത്സ് യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും പല വീടുകളിലും ഈ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്ന പരിപാടി ഇല്ല. അപ്പം എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ലോത്ത്സിനകത്ത് മിക്കവാറും നമ്മൾ ഈ എന്താ പറയാ, ഇപ്പം പാലൊന്ന് തിളച്ച് ചാടി, അപ്പം അത് പാല് ചാടിക്കഴിഞ്ഞാൽ ആ തുണിയിൽ ചിലപ്പോൾ പറ്റിയിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കേ അത് ഇത്രയല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അവിടെയും ഈ മൈക്രോ ഓർഗാനിസം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ വേറെ ഒരു വളരെ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു ഐറ്റമാണ് നമ്മളെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് ഡിഷിന്റെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന സ്ക്രബ്ബർ. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ ഏറ്റവും മൈക്രോ ഓർഗാനിസം അല്ല മൈക്രോബിയൽ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വസ്തുവായിരിക്കും ഈ സ്ക്രബ്ബർ എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് എല്ലാ സമയത്തും നമ്മൾ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഇതിനകത്തൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. നമ്മൾ രാത്രിയിൽ എന്ത് ചെയ്യും, ഇതിന്റെ യൂസേജ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ അവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും പോവും. പാറ്റയും ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ വന്നിട്ട് ഇതിന്റെ മേലെ വന്ന് കടിച്ച് അത് ഉണ്ട് ഒരു സൈഡിൽ. പിന്നെ പോരാത്തിന് ഈ ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ ഇരുന്നിട്ട് അവിടെയും മൈക്രോ ഓർഗാനിസം, ആ ഒരു ഏരിയ അതിനകത്ത് ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് അവിടെ പെറ്റുപെരുകും. ഇനി അടുത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ അകം. ഫ്രിഡ്ജിന്റെ ഡിഫറെന്റ് ട്രേസ് ഉണ്ട്. നമ്മളിപ്പോ മീനായാലും ഇറച്ചിയായാലും ഒക്കെ വാങ്ങിയിട്ട് ചിലപ്പോൾ ഫ്രീസറിൽ കൊണ്ടിട്ട് അതുപോലെ ഡംപ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം അത് അവിടെ ആ ഏരിയ, ആ ഒരു കണ്ടീഷൻ, ആ ഒരു ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് ഒക്കെ അവിടെ മാക്സിമം പെറ്റുപെരുക. അപ്പം കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്തു നിന്നൊക്കെ സ്മെല്ല് വരത്തില്ലേ. അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ ഈ വെജിറ്റബിൾസ് ആയാലും ബോക്സിനകത്ത് നമ്മളിങ്ങനെ കൊണ്ട് ഡംപ് ചെയ്ത് വെക്കുമ്പോൾ ചിലതൊക്കെ അവിടെ നിന്ന് ചീഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫംഗൽ ഗ്രോത്ത് ഒക്കെ വരുന്നത് കാണാം. ആ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് ചെറിയൊരു സ്പോട്ടിൽ ഒരു മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ പോലും അത് അവിടെ ഇരുന്നിട്ട് അത് വേഗം ഒരെണ്ണം കേടായി അത് അടുത്തതിനെ നശിപ്പിച്ച്, തക്കാളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെണ്ടക്ക അങ്ങനത്തെ ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇങ്ങനത്തെ ഈസിലി സ്പോയിലേജ് ഉണ്ടാവുന്നത്. ഈ ഓർഗാനിസംസ് അവരുടെ ദേഹത്തൊക്കെ ഉള്ള ആ ഓർഗാനിസംസ് വേഗം ഫാസ്റ്റർ ഗ്രോത്ത് അല്ലെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന ഓർഗാനിസംസ് ആണ്. അത് ഒരെണ്ണം കേടായാൽ അത് മറ്റു ഭക്ഷണ സാധനങ്ങളെ അതിന്
അതിന്റെ പി എച്ചും ബാക്കി കാര്യങ്ങളും ഒക്കെ ഫേവറബിൾ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അത് സ്പോയിൽ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ പിന്നെ പല സാധനങ്ങളും കണ്ടാമിനേഷൻ അല്ല, വേറൊരു പോയിന്റിൽ ഇതുപോലെ പറഞ്ഞിരുന്നു. അടുത്തടുത്ത് ഒരു നല്ല സാധനത്തിന് മറ്റൊരു സാധനത്തിനെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും കുക്ക്ഡ് അല്ലാത്തതുമായിട്ട് നമ്മളൊരു സെപ്പറേഷൻ വേണം എന്നുള്ളത്. അതാണ് ഇവിടെ നമ്മൾ പറയുന്ന ഈ ബയോളജിക്കൽ കണ്ടാമിനേഷനിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മളിപ്പോ ക്രോസ് കണ്ടാമിനേഷൻ പറഞ്ഞ 4ാമത്തെ ടേമിലും കൂടെ വരുന്ന ആ ഒരു സംഭവം. അതായത് കുക്ക് ചെയ്ത ഫുഡ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്, അൺകുക്ഡ് ആയിട്ടുള്ള ഫുഡും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ആ ഒരു എന്താ പറയാ സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുക്ക്ഡ് ആയിട്ടുള്ളത് പ്രോപ്പർ കവറേജോട് കൂടിയിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ പല മാർക്കറ്റിൽ കൂടെ ഇത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് പല മാർക്കറ്റ് വഴി തിരിഞ്ഞു മറിഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നതാണ്. നമ്മൾ ഇത് വാഷ് ചെയ്യാണ്ട് തന്നെയാണ് കൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ആ ടിപ്പിക്കൽ മൈക്രോ ഓർഗാനിസം വിച്ച് ക്യാൻ സർവൈവ് ഇൻ ദിസ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ അവരവിടെ സർവൈവ് ചെയ്യും. അത് മാത്രമല്ല അത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡിനെയും കൂടി ചിലപ്പം നാശാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ക്രോസ് കണ്ടാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതുപോലെ റോ ഫുഡ് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പോഴും ഇപ്പൊ ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ഇങ്ങനത്തെ ഉള്ള സാധനം റോ വാങ്ങുമ്പോൾ അതിനകത്തും അതിനെ കട്ട് ചെയ്ത് ആ സ്ലോട്ടറിങ് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ മൈക്രോബിയൽ ഗ്രോത്ത് ലോഡ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ പി എച്ച് അതിന്റെ ആ ബ്ലഡ് എല്ലാ ഫ്ലൂയിഡ്സിന്റെ എല്ലാം ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് അവിടെ മൈക്രോബിയൽ ലോഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫുഡിന്റെ കൂട്ടത്തിൽ നമ്മളൊരു വെജിറ്റബിൾ കൊണ്ടുവെക്കുമ്പം ഈ ഇതിൽ മീറ്റിലോ അല്ലെങ്കിൽ ഫിഷിലോ ഒക്കെ ഉണ്ടാവണ ഈ പറയുന്ന കുഞ്ഞു മൈക്രോ ഓർഗാനിസത്തിന് മറ്റ് വെജിറ്റബിളിനകത്തോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഫുഡിന്റെ കൂടെ അത് കയറാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ അങ്ങനെയും ഒരു ക്രോസ് കണ്ടാമിനേഷൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പർച്ചേസിംഗിന്റെ ടൈമിലായാലും കുക്കിങ്ങിന്റെ ടൈമിലായാലും ഈവൻ സ്റ്റോറേജിന്റെ ടൈമിലായാലും നമ്മൾ ഈ കാര്യം ക്രോസ് കണ്ടാമിനേഷൻ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആ ടൈപ്സ് ഓഫ് സ്പോയിലേജ് ഇത് നിങ്ങൾക്ക് എന്താ ഈ ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട് അത് നമുക്ക് അടുത്ത സ്ലൈഡ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഈ റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് ഇത് ടൈപ്പ് ഓഫ് ഓർഗാനിസം എങ്ങനെയാണ് റൈസോപ്പസ് എന്ന് പറയുന്ന ഓർഗാനിസം നമ്മളെ ഫുഡിനകത്ത് എങ്ങനെയാണ് സ്പോയിലേജ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. പല ഫുഡിനകത്തും പല ഓർഗാനിസം ഇത് കോമൺ ആയിട്ട് നമ്മൾ ഫുഡിൽ കണ്ടുവരുന്ന ഓർഗാനിസംസിന്റെ ഡാമേജ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ്. റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് അങ്ങനെ ഈ വെജിറ്റബിൾസിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. കോസ്ഡ് ബൈ സ്പീഷീസ് ഓഫ് റൈസോപ്പസ് എന്ന് പറയുന്ന സ്പീഷീസ് ഓഫ് ഓർഗാനിസം ആണ് ഇതിന്റെ കോസറ്റീവ് ഫാക്ടർ. ഇവര് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സോഫ്റ്റ് ആയി തീരും. അതുപോലെ തന്നെ മഷി റോട്ട്സ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എക്സാമ്പിൾ ആണ് ക്യാബേജ്. നമ്മൾ ക്യാബേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചില സമയത്ത് കാണും ക്യാബേജ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞൊരു കുത്തുണ്ടാവും. പക്ഷെ ആ കുഞ്ഞു കുത്തിലേക്ക് നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ മഷി റോട്ട് എന്ന് പറയും. നമ്മൾ ആ മഷി പോലെ മലയാളത്തിൽ നമുക്ക് മഷി പോലെ എന്ന് പറയും, അല്ലെ വെണ്ണ പോലെ ആ ക്യാബേജിന്റെ ആ പാർട്ടിൽ നമ്മൾ തൊടുമ്പോൾ സോഫ്റ്റ് ആണ്. പക്ഷെ നമ്മൾ വിരലങ്ങ് താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും, അത് ഭയങ്കരമായിട്ട് ഡീപ്പായിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന ആ ഇതാണ് പറയുന്നത് റൈസോപ്പസ് സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത്. കോട്ടണി ഗ്രോത്ത് ഓഫ് സ്മോൾ ഫോംസ് ബ്ലാക്ക് സ്പോട്ട്സ് ഓഫ് സ്പൊറാൻജിയ കവറിംഗ് ദ ഫുഡ്സ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ക്യാബേജിന്റെ പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ആ കറുത്ത പിന്നെ സ്പോസിന്റെ ഗ്രോത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വേറൊരു ഓർഗാനിസം ആണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സ്പോയിലേജ് ആണ് നമ്മൾ കാണുന്ന ഓൾട്ടർനേറിയ റോട്ട് എന്ന് പറയുന്നത്. ഓൾട്ടർനേറിയ ടെന്യൂസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. അത് ഗ്രീനിഷ് ബ്രൗൺ ടു ബ്രൗൺ ബ്ലാക്ക് സ്പോട്ട്. ആ സ്പോട്സിന്റെ ഒക്കെ കളറിന്റെ ഡിഫറൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇതൊരു ടൈപ്പ് ഓഫ് ഫംഗൽ സ്പോയിലേജ് ആണ്. വെള്ളത്തിനകത്ത് ഇൻ വാട്ടർ സ്റ്റോക്ക് മഷി ഏരിയാസ് കുതിർന്നിരിക്കുന്ന അല്ലെങ്കിൽ നനവുള്ള സ്ഥലത്തൊക്കെയാണ് കൂടുതലായിട്ട് ഇവരെ കാണുക. ബ്രൗൺ ഓർ ക്രീം കളേർഡ് ഏരിയാസ് റോഡ്സ് ഓഫ് ജ്യൂസി ഫ്രൂട്ട്സ് റിസൾട്ട് ഇൻ ലീക്കേജ്. തക്കാളിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സ്പോയിലേജ് ആണ് ഓൾട്ടർനേറിയ റോട്ട് എന്ന് പറയുന്നത്. ഇത് ബാക്ടീരിയൽ സോഫ്റ്റ് റോട്ട്. ഇതും കോമൺ ആയിട്ട് നമ്മുടെ ഫുഡിനകത്ത് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ സ്പോയിലേജ് ആണ്. എർവീനിയ, കറോട്ടോവറ ഇങ്ങനത്തെ പറയുന്ന ഓർഗാനിസംസ് ഒക്കെയാണ് നമുക്ക് ഈ പറയുന്ന പെക്ടിൻസ്. ഇത് ഫെർമെന്റ് പെക്ടിൻസ് ആണ്, ഫ്രൂട്ട്സിലാണ് മെയിൻ ആയിട്ട് ഇവർ അഫക്ട് ചെയ്യുന്നത്. ദെൻ ആന്ത്രക്കനോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഫ്രൂട്ട്സിലാണ്. ഫ്രൂട്ട്സും ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനകത്താണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ദെൻ ബ്ലാക്ക് മോൾഡ് റോട്ട് ആസ്പെർജില്ലസ് ആണ്. ആസ്പെർജില്ലസ് സ്പീഷീസ് ഈ പറഞ്ഞ പോലെ നമ്മളെ സീരിയൽസിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പോയിലേജ് ആണ് ഇത്. അപ്പം ഈ ഒരു കോമൺ ഫുഡിൽ നമുക്ക് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഏതാനും ടൈപ്പ് ഓഫ് സ്പോയിലേജ് സ്പീഷീസ് ഓർഗാനിസത്തെ പറ്റിയിട്ടും ഏതൊക്കെ ഫുഡിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാ.
അത് നോക്കാൻ പോയ ഒരുപാട് ഡീറ്റെയിൽഡ് ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രേ വേണ്ടുള്ളൂ. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ കണ്ടാമിനേഷൻ ഉണ്ട്. അതിന്റെ ഓരോ എക്സാമ്പിൾസ് വേണം. അപ്പൊ അത് എങ്ങനെയാണ് ആ ഇതിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബയോളജിക്കൽ കുറച്ചും കൂടെ ഇതിന്റെ എൻഡിലേക്ക് വരുന്നുണ്ട്. അതും കൂടെ മതി. അപ്പൊ അടുത്തത് നമ്മൾ ആ ഫിസിക്കൽ കണ്ടാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത് കുറച്ചൊന്ന് ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ കണ്ടാമിനേഷനിൽ വരുന്നത്, ഇനി അത് ബയോളജിക്കലായി മാറുന്നുണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ചിലർക്ക് വരാറുണ്ട്. അപ്പൊ ഇവിടെ വെൻ ഹാംഫുൾ ഒബ്ജക്ട്സ് കണ്ടാമിനേറ്റ് ദ ഫുഡ് ഇറ്റ് ലീഡ്സ് ടു ഫിസിക്കൽ കണ്ടാമിനേഷൻ. ഏതെങ്കിലും ഹാംഫുൾ ഏതെങ്കിലും ഒരു ഒബ്ജക്ട് നമ്മുടെ ഭക്ഷണത്തിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അറ്റ് ടൈംസ് ഫുഡ് ഐറ്റംസ് ക്യാൻ ഹാവ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ കണ്ടാമിനേഷൻ. ഒരേ സമയത്ത് അത് ഫിസിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയാം ആൻഡ് ബയോളജിക്കൽ കണ്ടാമിനേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞു ഫിസിക്കൽ കണ്ടാമിനേഷൻ, കെമിക്കൽ കണ്ടാമിനേഷൻ, ബയോളജിക്കൽ കണ്ടാമിനേഷൻ. നമ്മൾ ആ സബ്ജക്റ്റിന്റെ പേര് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുമ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടെ എന്താ പറയാ, നമ്മൾ ഒരു ഭക്ഷണ സാധനമായിട്ട് ഈ ഒരു കണ്ടാമിനേഷൻ പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മള് ഭക്ഷണ സാധനം ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കിലോ അരി ഞാൻ വാങ്ങി. അതിനകത്ത് എനിക്ക് അരി അല്ലാണ്ട് കുറച്ച് പാർട്ടിക്കിൾസിനെ എനിക്ക് കിട്ടി. അതായത് എക്സ്റ്റേണലി എന്റെ ഫുഡിനകത്ത് വന്ന് കയറിയ കുറച്ച് പാർട്ടിക്കിൾസ്. അത് കുറച്ച് ഗ്ലാസ് പീസസ് ആയിരിക്കാം, പ്ലാസ്റ്റിക്കിന്റെ ബ്രോക്കൺ പീസസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ പിന്നെ ബൈ മിസ്റ്റേക്കെന്നോ എങ്ങനെയോ വന്നതാണ്, എവിടെ നിന്നാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ലൂസ് വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വീഴുന്ന ആ എക്സ്ട്രാ കിട്ടുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫിസിക്കൽ കണ്ടാമിനേഷൻ എന്ന് നമ്മൾ പറയുക. ഇനിയിപ്പോ തലമുടി കിട്ടാം, അല്ലെങ്കിൽ പിന്നെ ഒരു അഴുക്ക് എന്തെങ്കിലും സാധനത്തിന്റെ എന്താ പറയാ എലിയോ അല്ല അങ്ങനത്തെ ഉള്ള ഏതെങ്കിലും ജീവികളുടെ കാഷ്ടം അതിലുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഫിസിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയാം. ഇനിയിപ്പോ ഒരാളുടെ ഒരു സ്ത്രീ പൊട്ട് കുത്തുന്ന ആളായിരുന്നു, അവരുടെ പൊട്ട് അതിനകത്തേക്ക് വീണിട്ടുണ്ട്, ദെൻ അവരുടെ തലയിലിടുന്ന ക്ലിപ്പ് അതിന്റെ ഒരു പാർട്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഫിസിക്കൽ കണ്ടാമിനേഷൻ ആണ്. ജ്വല്ലറി, വള പൊട്ടിയിട്ട് വളപ്പൊട്ടുകൾ കിട്ടാം, ഇതൊക്കെ നമുക്ക് ഫിസിക്കൽ കണ്ടാമിനേഷനിൽ പറയാം. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ ഒരു സാധനമുണ്ട്, നമ്മളെ ഈ ചെറിയ ജീവികളുടെ ഒക്കെ കാഷ്ടങ്ങൾ എന്തെങ്കിലും കിട്ടുമ്പോൾ അതിനെ നമുക്ക് ഫിസിക്കൽ കണ്ടാമിനേഷൻ എന്നും പറയാം, അതേ സമയം തന്നെ അതിനെ നമുക്ക് ബയോളജിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയാം. കാരണം ഫീക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസം എഗെയിൻ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് ഫിസിക്കൽ കണ്ടാമിനേഷൻ ആണെന്ന് വെച്ചാൽ നമുക്കത് നമ്മുടെ കൈകൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അതിനെ ഫിസിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിനകത്ത് മൈക്രോബിയൽ ലോഡ് കൂടുതലാണ്, അത് നമ്മുടെ ഫുഡിനെ സ്പോയിലേജ് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് മൈക്രോബിയൽ ബയോളജിക്കൽ കണ്ടാമിനേഷൻ കൂടെ ആണെന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞത്. ഫീക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് രണ്ടിനും പറ്റും. ഇനിയിപ്പോ അത് മാത്രമല്ല, നമ്മളിപ്പം ഈ പറഞ്ഞ ബാക്കി ഫിസിക്കൽ കണ്ടാമിനേഷൻ എക്സാമ്പിൾസ് ഏതെങ്കിലും സാധനങ്ങള് മറ്റെന്തെങ്കിലും വസ്തുക്കളെയും കൂടി അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബയോളജിക്കൽ ഓർഗാനിസംസിന്റെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അപ്പൊ എന്റെ ദേഹത്തുള്ള ഏതെങ്കിലും ഓർഗാനിസം ആ സാധനം ഞാൻ യൂസ് ചെയ്ത ഏതെങ്കിലും ഓർണമെന്റ്സിനകത്തോ അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും സംഭവത്തിനകത്ത് കുടുങ്ങിയിട്ട് അതാണ് ആ ഫുഡിൽ വീണതെങ്കിൽ അതും ഒരു ബയോളജിക്കൽ കണ്ടാമിനേഷൻ ആസ് വെൽ ആസ് ഫിസിക്കൽ കണ്ടാമിനേഷൻ ആയിട്ട് മാറുന്നുണ്ട്. അപ്പം എക്സാമ്പിൾ ഓർക്കുക, നമ്മുടെ ഭക്ഷണ സാധനത്തിൽ പുറത്തുനിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ ഭക്ഷണത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫിസിക്കൽ കണ്ടാമിനേഷൻ. അത് ഒരേ സമയം ഫിസിക്കലും ബയോളജിക്കലും ആകുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇപ്പൊ പറഞ്ഞു തന്നതൊക്കെ. ഫിസിക്കൽ കണ്ടാമിനേഷന്റെ കോമൺ എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോ പറഞ്ഞ ഹെയർ, ഗ്ലാസ് ഓർ മെറ്റൽ പാർട്ടിക്കിൾസ്, ദെൻ ഡേർട്ട്, ദെൻ ജ്വല്ലറി. ഇതൊക്കെ ഇതിന്റെ ഒരു കോമൺ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹൈജീനിക് മെഷേഴ്സിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഫുഡ് കുക്കിംഗ് ഏരിയയിലും ഫുഡ് ഹാൻഡ്ലിംഗ് ഏരിയയിലും ഫുഡ് സെർവിങ് ഏരിയയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹെയർ ടൈ ചെയ്യണം. അതുപോലെ ജ്വല്ലറീസ് കഴിയുന്നത് മിനിമൈസ് ചെയ്യണം. നമ്മളിപ്പം വാച്ച്, റിങ്, ചെയിന്, ബാംഗിൾസ് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഈവൻ ഇൻ ദ ഹോസ്പിറ്റൽ സൈഡിലും നമ്മൾ ഫുഡുമായി ബന്ധപ്പെടുന്ന ഏരിയയിൽ നമ്മൾ പറയാറുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ കഴിയുന്നതും ബ്രേക്കേജ് ഉള്ള സാധനങ്ങൾ നമ്മൾ ഈ ഫുഡുമായിട്ട് അടുത്ത് വെക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയും. അതുപോലെ ഡേർട്ട് അഡ്ഹയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. ജ്വല്ലറീസും മിനിമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് പറയാറുള്ളത്. കാരണം അതിന്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിസിക്കൽ കണ്ടാമിനേഷൻ. ഇപ്പൊ നമ്മൾ ഒരു വലിയ ഫുഡ് ഇൻഡസ്ട്രി എടുക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരം ഫിസിക്കൽ കണ്ടാമിനേഷൻസ് കഴിയുന്നത്ര മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്. കെമിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് അനന്ത സാധ്യതയുള്ള വേറൊരു സാധനമാണ്. വലിയ പ്രാധാന്യം ഇല്ലാന്ന് നമുക്ക് തോന്നും, പക്ഷെ
ഇയാളൊരു വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവം തന്നെയാണ്. കെമിക്കൽ കണ്ടാമിനൻസ് എന്ന് പറയുന്നത് ഒരു സീരിയസ് കണ്ടാമിനേഷൻ സംഭവമാണ് പറയാനുള്ള കാരണം ഇതൊക്കെ മിക്കവാറും കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ആ കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മുടെ വയറിന്റെ ഉള്ളിലേക്ക് എത്തിയാലുള്ള അവസ്ഥ, ഭക്ഷണത്തിൽ കൂടെ വയറ്റിൽ എത്തിയാലുള്ള അവസ്ഥ വളരെ പെട്ടെന്നായിരിക്കും അതിന്റെ ആക്ഷൻ. എന്ന് വെച്ചാൽ മൈക്രോവിയൽ അങ്ങനെ അല്ല എന്നല്ല, മൈക്രോവിയൽ നമുക്കൊരു കുറഞ്ഞ സമയം തരും, അതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പെരുകാനുള്ള ഒരു സമയം അത് എടുക്കും. പക്ഷെ കെമിക്കൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഇപ്പം ഏതെങ്കിലും ഇപ്പം നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം കുടിക്കുന്ന ആളെന്ന് പറയുന്നത് അതൊരു കെമിക്കൽ കോമ്പണന്റ് ഫുഡിനകത്ത് കലർത്തിയിട്ടായിരിക്കും അയാൾ കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ആ പെർസെന്റേജ് കൂടുമ്പോഴാണ് അത് നമുക്ക് അവിടെ പെട്ടെന്നാണ് അതിന്റെ എഫക്ട്. എന്ന് പറയുന്ന പോലെ ഒരു പോയിസണസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ ഫുഡിനകത്ത് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും അതിന്റെ ഇൽ സൈഡ് എന്ന് പറയുന്നത് ചിലപ്പം ഭയങ്കര ഡെപ്ത് ഉള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതും ഒരു വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കേൾക്കുമ്പോൾ വളരെ ചെറുതെന്ന് തോന്നും, പക്ഷെ ഇതിനും അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഇതില് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് കെമിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാം ടു ടേബിൾ എനി പ്രോസസ് പീരീഡിൽ ഈ കെമിക്കൽ കണ്ടാമിനേഷൻ സംഭവിക്കാം. ഈവൻ നമ്മൾ വീട്ടിൽ നിന്നും കെമിക്കൽ കണ്ടാമിനേഷൻ സംഭവിക്കാറുണ്ട് ചില കേസുകളിൽ. അതെങ്ങനെയൊക്കെ ആണെന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇത് ഒന്ന് ഞാൻ ജസ്റ്റ് വായിച്ചു വിടാം. കെമിക്കൽ contaminants are one of the serious sources of food contamination. These contaminants can also lead to food poisoning. എങ്ങനെയാണ് ഫുഡ് പോയിസണിങ് ഉണ്ടാക്കുന്നത് നോക്കാം. Pesticides present in fruits and vegetables are one of the main sources of contamination. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതി, പെസ്റ്റിസൈഡ് യൂസേജ്. നമ്മൾ ആ പെസ്റ്റിസൈഡ് യൂസേജ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ചെടി വളർന്നു വരുന്ന സമയത്തിൽ അതിനെ നമ്മൾ വിത്ത് അവിടെ ഇട്ട് അല്ലെ വിത്തിടുന്നതിന് മുമ്പ് തന്നെ മണ്ണിൽ നമ്മൾ കെമിക്കൽ ഏജൻസിനെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇപ്പം കൃഷി തുടങ്ങുന്നത്. അപ്പം ഇതിന്റെ ഓരോ സ്റ്റേജിലും പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ പെസ്റ്റിസൈഡ്സ് നമ്മൾ ഈ ആ ചെടി വളർന്ന് അതിൻ്റെ അകത്തുനിന്ന് കായുണ്ടായി, പൂവുണ്ടായി, കായുണ്ടായി ഒക്കെ വരുമ്പോഴും ഈ പെസ്റ്റിസൈഡിന്റെ ഒരു അംശം ആ മണ്ണിലും ഇതിനകത്തും ഒക്കെ ഉണ്ട്. അപ്പം ഇത് അവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന പെസ്റ്റ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു റോഡൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടും ഈ പെസ്റ്റുകളൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അവരുടെ സ്റ്റോറേജ് യൂണിറ്റിലും അവർ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതും അഗെയിൻ ഓൾറെഡി അതിനകത്ത് ഫുൾ കണ്ടാമിനേറ്റഡ് ആണ്, പിന്നെയും ഇവര് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഇനിയിപ്പോ ഇത് നമ്മള് ഫുഡിന്റെ ഒരു മെയിൻ ഗോഡൌൺ ഹാർവെസ്റ്റിംഗ് ഏരിയയിലെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് അവിടുന്ന് വലിയൊരു എന്താ പറയാ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവരും അവിടെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള പെസ്റ്റിസൈഡ്സിന്റെ യൂസേജ് അവർ നടത്തുന്നുണ്ട്. കാരണം ഇത് ഒന്നുകിൽ ഇതിന്റെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ഡാമേജസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് അത് റീറ്റെയിലറിന്റെ അടുത്ത് വരുമ്പോൾ അയാളെ കൊണ്ടാവുന്ന രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഇതിനൊക്കെ വാഷ് ചെയ്തു ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് കൈ ഇപ്പം നന്നായിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളെ സെൽഫ് ഹൈജീനും ഭയങ്കര പ്രധാനപ്പെട്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോ ഞാനിപ്പോ ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് സോപ്പ് യൂസ് ചെയ്ത് കൈയൊക്കെ കഴുകണം. അപ്പൊ ഞാൻ പക്ഷെ കൈ കഴുകാൻ പോകുമ്പോൾ സോപ്പ് കണ്ടമാനം എടുത്തിട്ട് വൃത്തിയായി അത് കഴുകിയില്ല എങ്കിൽ അത് വീണ്ടും നമ്മളെ ഈ പറയുന്ന കെമിക്കൽ കണ്ടാമിനേഷൻ, ആ സോപ്പിനകത്തുള്ള കെമിക്കൽസ് ഒക്കെ നമ്മുടെ ഫുഡിലേക്ക് കലരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ നമ്മൾ എടുക്കുന്ന പാത്രം, എനിക്ക് ഭയങ്കര കോൺഷ്യസ് ആണ് ഞാൻ. അപ്പൊ ഒത്തിരി സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകണം. അപ്പൊ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഉറച്ചുറച്ച് കഴുകി അവസാനം എനിക്ക് പക്ഷെ എന്റെ ക്ഷമ നശിച്ചു. കഴുകൽ കഴിഞ്ഞു, ഞാൻ വേഗം വെള്ളം ഒഴിച്ച് കഴുകുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. അപ്പം അവിടെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴുകാണ്ടാകുമ്പോൾ ഒത്തിരി സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും വെള്ളം ഒഴിക്കണം. ആ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആ ബബിൾ പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കാണാൻ അതിനകത്ത് കുഞ്ഞു ബബിൾസ് ഉണ്ടാവുന്നതായിട്ട്. അപ്പൊ ആ ബബിൾസ് കംപ്ലീറ്റ് പോയിട്ടില്ല എങ്കിൽ അത് തന്നെ നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് നമ്മള് ഇപ്പൊ ചില വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽ കോമ്പണൻസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചില വീടുകളിലൊക്കെ ഇപ്പൊ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കേണ്ടായിരുന്നു ഈ വെജിറ്റബിൾസ് ഒക്കെ സോക്ക് ചെയ്തിട്ട് അത് ഏത് മെത്തേഡ് നല്ലതെന്ന് ചോദിച്ചു. നാച്ചുറലായി ചെയ്യാൻ പറ്റുമോ അതോ നമ്മൾ എന്താ അതിന്റെ ഈ പെസ്റ്റിസൈഡ് റിമൂവ് ചെയ്യാൻ. അപ്പൊ ചില ആൾക്കാരൊക്കെ ഈ പെസ്റ്റിസൈഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഓർഗാനിക് ഷോപ്പിൽ നിന്നും അല്ലാത്ത ഷോപ്പിൽ നിന്നൊക്കെ കുറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയില്ല അതൊക്കെ എഫക്റ്റീവ് ആണോ അത് നല്ലതാണോ എന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ഫുഡിനകത്തേക്ക് ഈ പറയുന്ന കെമിക്കൽ കണ്ടാമിനേഷന്റെ കാരണമായി മാറുന്നുണ്ട്. അതുപോലെ നമ്മൾ കിച്ചൺ യൂട്ടൻസിൽസ്, ഇപ്പൊ നമ്മൾ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചില ആൾക്കാർക്ക് ഒരു പരിപാടി ഉണ്ട്, നമ്മൾ ഇത്
സ്പൂണോ അല്ലെങ്കിൽ തവിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എടുത്ത് ആ ഗ്യാസ് സ്റ്റവിന്റെ മുകളിൽ തന്നെ വെക്കും. അപ്പൊ ഈ അവിടെ ആ സർഫസ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ആ കെമിക്കൽ കണ്ടാമിനന്റ് അല്ലെ ആ കെമിക്കൽ കോമ്പനന്റ് അവിടെ ഉണ്ടാവും. ഈ സ്പൂണിൽ അതൊക്കെ പറ്റുന്നുണ്ടാവും. നമ്മൾ അത് എടുത്ത് വെക്കുന്നു. അല്ലെ നമ്മുടെ കൈ ഈ ഫ്ലോർ കിച്ചൺ സ്ലാബ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആ ക്ലോത്തും സ്ലാബിലും ഒക്കെ ഇതിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ ടച്ച് ചെയ്തിട്ട് അത് ആ ഫുഡ് ചിലപ്പോൾ കഴിക്കാൻ പോകുമ്പോൾ അത് അത്ര ടേസ്റ്റ് നോക്കാനും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ അകത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പല വഴികളുണ്ട്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വഴികളാണ്, ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് ഡിഫറെന്റ് വേസ് എന്നുള്ളത് കേട്ടോ. അപ്പൊ കിച്ചൺ ക്ലീനിങ് ഏജന്റ്സ് ഉണ്ടാവാം. ഫുഡ് കണ്ടെയ്നേഴ്സ് മെയ്ഡ് ഓഫ് നോൺ സേഫ് പ്ലാസ്റ്റിക്, അതും ഒരു വലിയ റീസൺ ആണ്. നമ്മൾ എല്ലാ വീടുകളിലും എപ്പോഴും നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അത് ചീപ്പറാണ്, നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു സാധനമൊക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ നമ്മൾ വാങ്ങുമ്പോൾ പലപ്പോഴും പല സാധനങ്ങളും നമുക്ക് എന്താ പറയാ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ നല്ല കണ്ടെയ്നേഴ്സിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് തന്നെ റീയൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കുറെ ആൾക്കാർ, എക്സ്പെൻസ് എക്സ്ട്രാ മീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഇതിൽ ചില സാധനങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഫുഡിന് മാത്രമേ ആ കണ്ടെയ്നറിനകത്ത് നിൽക്കാനുള്ള ആ ശേഷി ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ ഓട്സ് നമ്മൾ വാങ്ങുമ്പോൾ എടുക്കുന്ന ടിൻ എന്ന് പറയുന്നതിന്റെ ക്വാളിറ്റി അത് ആ സ്പെസിഫിക്കലി ആ ഓട്സ് എന്ന് പറയുന്ന ഫുഡിന് മാത്രമേ അതിനകത്ത് ചിലപ്പം പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് നമ്മളൊരു അസിഡിക് ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ട് ആ കുപ്പിയിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിന്റെ അകത്ത് ഈ പറയുന്ന pH ഒരു പ്രശ്നമുണ്ട്. pH അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്ന ഒരു ഫുഡ് ആയതുകൊണ്ട് തന്നെ അത് ഈ പ്ലാസ്റ്റിക്കുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ കെമിക്കൽ കോമ്പണൻസ് നമ്മുടെ ഈ അച്ചാറിനകത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതേപോലെ ഓരോ ഡ്രൈ ആയിട്ട് വരുന്നതിന് അത്രയും പ്രോബ്ലം വരുന്നില്ല. പക്ഷെ അല്ലാതെ വരുന്ന ഇതുപോലത്തെ ഉള്ള ലിക്വിഡ് അല്ലെങ്കിൽ ഈ pH വാല്യൂ വലിയ പ്രാധാന്യമുള്ള പല സാധനങ്ങളും നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ കഴിയുന്നതും സൂക്ഷിക്കാതിരിക്കും. ഇപ്പൊ പുളി അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ പൊതുവെ നമ്മൾ വീടുകളിൽ പണ്ട് ഭരണിയിലായിരുന്നു പണ്ട് കാലത്തൊക്കെ ചെയ്യുക. പക്ഷെ ഇപ്പം കുഞ്ഞു കുഞ്ഞു ഫാമിലി ആകുമ്പോഴത്തേക്കിന് കുറച്ച് സാധനമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു കുപ്പിയിലിട്ട് വെക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ദെൻ പെസ്റ്റ് കൺട്രോൾ പ്രോഡക്ട്സ് ഓൾസോ ലീഡ് ടു കണ്ടെയ്നേഴ്സ് മെയ്ഡ് ഓഫ് നോൺ സേഫ് പ്ലാസ്റ്റിക്. അപ്പൊ നമ്മൾ എപ്പോഴും ഫുഡ് ഗ്രേഡ് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് വാങ്ങാം. അതും സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും ഏതൊക്കെ ഫുഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അങ്ങനെ എടുക്കുക. ഇല്ലെങ്കിൽ കഴിയുന്നതും ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാം. പെസ്റ്റ് കൺട്രോൾ പ്രോഡക്ട്സ് ഓൾസോ ലീഡ് ടു ഫുഡ് കണ്ടാമിനേഷൻ. ഇപ്പൊ കൊതുകിന് വേണ്ടി സ്പ്രേ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പ്രേ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനത്തെ ഓരോ പെസ്റ്റിസൈഡ് ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എലിക്ക് വേണ്ടിയിട്ട് വിഷം വാങ്ങി വെക്കാറുണ്ട്. അപ്പൊ എലി ഏത് തിന്നിട്ട് ഇതിലെ കൂടെ ഒക്കെ പോയി നമ്മൾ അവിടെയൊക്കെ ഏതെങ്കിലും ഫുഡുകളൊക്കെ വെക്കുന്നുണ്ടോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദോ വി മേക്ക് ഇറ്റ് എ പോയിന്റ് ടു വാഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തറലി. ഇപ്പം ഫിസിക്കൽ ആയാലും കെമിക്കൽ ആയാലും മൈക്രോബയോളജിക്കൽ ആയാലും ഒരു പോയിന്റ് ആണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. വാഷ് ദ പെർട്ടിക്കുലർ ഫുഡ് ഐറ്റം thoroughly, then cook it thoroughly. ഈ രണ്ട് പ്രോസസ്സും കറക്റ്റ് ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ കണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളവും ഈ പറയുന്ന പോലെ ഒരു കണ്ടാമിനേഷൻ സോഴ്സ് ആണ്. ഇപ്പം വെള്ളം എങ്ങനെയാ കണ്ടാമിനേഷൻ സോഴ്സ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ എടുക്കുന്ന വെള്ളം നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിന്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആയിരിക്കില്ല എപ്പോഴും എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടുന്നത്. ഈക്കോളൈ സ്പീഷീസുള്ള ഓർഗാനിസം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വെള്ളത്തിലാണ്. അപ്പം പ്ലെയിൻ വാട്ടർ ആണെന്ന് വെച്ചിട്ട് നമ്മളെല്ലാം എല്ലാ കിണറ്റിലെ വെള്ളവും എപ്പോഴും സേഫ് ആയിരിക്കത്തില്ല ഫോർ കൺസംഷൻ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ക്ലോറിനേഷനോ ബ്ലീച്ചിങ് പ്രോസസ്സോ ഒക്കെ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കുടിക്കാൻ യോഗ്യമാണെന്ന് ഉറപ്പുള്ള വെള്ളം മാത്രം നമ്മൾ കുക്കിങ്ങിനും യൂസ് ചെയ്യാം. ഇപ്പം പൈപ്പ് ലൈൻസിൽ ചിലപ്പം സീവേജ് വാട്ടറായിട്ട് കണ്ടാമിനേഷൻ, ഏതെങ്കിലും ബ്രേക്കേജ്, ഇപ്പം ഫ്ലാറ്റ്സിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം പലപ്പോഴും സീവേജ് ലൈൻസും നമുക്ക് കുടിവെള്ളം കിട്ടുന്ന പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള നോർമലി യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് ഒക്കെ ഒരേ സൈഡിൽ കൂടി ആയിരിക്കും കണക്ഷൻസ് പോകുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ പൊട്ടലോ ഒക്കെ വരുമ്പോൾ ഇത് തമ്മിൽ ഒരു കോണ്ടാക്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊരു റീസൺ ആണ്. ഇനിയിപ്പോ നമ്മൾ കോർപ്പറേഷന്റെ വെള്ളം നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ പൈപ്പ് ലൈൻസ് ഒക്കെ മണ്ണിനടി കൂടെ വരുമ്പോഴും അതും ഈ പറയുന്ന എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ പൊട്ടിയിട്ടൊക്കെ അതിനകത്ത് ഏതെങ്കിലും വേസ്റ്റോ എന്തെങ്കിലും കലരാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. വാട്ടറിന് ഈ പറയുന്ന പോലെ നല്ല വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിന് ഇതിനൊക്കെ ഒരു പരിധി വരെ നമ്മൾ വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടെ കണ്ടാമിനേഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയാണ് കെമിക്കൽ കണ്ടാമിനേഷൻ. അപ്പം നമ്മൾ ബയോളജിക്കൽ പറഞ്ഞു, ഫിസിക്കൽ കണ്ടാമിനേഷൻ പറഞ്ഞു, ആൻഡ് കെമിക്കൽ കണ്ടാമിനേഷൻ പറഞ്ഞു. നമ്മൾ ഇതിനകത്ത് ഫുഡുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ഹൈ പ്രയോറിറ്റിയിൽ പറയുന്നത് ബയോളജിക്കൽ കണ്ടാമിനേഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്.
പക്ഷെ കെമിക്കൽ കണ്ടാമിനേഷനും ഫിസിക്കൽ കണ്ടാമിനേഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സിവിയറിറ്റിയും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത കെമിക്കൽ കണ്ടാമിനേഷൻ ഒക്കെയാണ്. കാരണം ഫാസ്റ്റർ ആയിരിക്കും അതിന്റെ ആ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്. പക്ഷെ മൈക്രോബിയൽ കണ്ടാമിനേഷൻ സ്ലോവർ ആയിരിക്കും, പക്ഷെ ഡെത്ത് വരെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് ആ ഓരോ സിംറ്റംസ് നമുക്ക് ഫീൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിന് ടൈം എടുക്കും. നമ്മൾ പലപ്പോഴും കുറെ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ഷവർമ കഴിച്ചിട്ട് കുട്ടികൾ മരിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കോഴിക്കോട് ഉണ്ടായിരുന്നു ഇഷ്യൂ. അപ്പം അതൊക്കെ ചിലപ്പോൾ ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ അല്ലെങ്കിൽ മാക്സിമം 3 ഡേയ്സ് വരെ ഒക്കെ എടുക്കും ഇതിന്റെ കോംപ്ലിക്കേഷൻ അങ്ങേ അറ്റം വരെ എത്താൻ. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ സിംറ്റംസ് ആയതുകൊണ്ട് ഇപ്പൊ വയറുവേദന ഓക്കെ, നമ്മൾ കുറെ നമ്മുടെ പൊടിക്കൈകളൊക്കെ ചെയ്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഛർദി വന്നു അപ്പൊ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു, അടുത്ത തലവേദന വന്നു, അതിന്റെ ആ സിംറ്റംസ് ഒക്കെ സിവിയറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാണ്ട് ഇരിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ഇത് നമുക്ക് കോംപ്ലിക്കേഷൻ ഡെത്ത് വരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. കെമിക്കൽ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ചെറിയ ചെറിയ അളവിലാകുമ്പോൾ നമുക്കത് അത്ര മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ആകുമ്പോൾ നമുക്കത് അത്ര അറിയത്തില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലേക്കാണെങ്കിൽ അത് സ്പോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ കോൺസിക്വൻസ് നമുക്ക് ഫീൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് അത് ഭയങ്കര സിവിയർ ആണ്. പക്ഷെ മറ്റേത് എന്താ പറയാ, പതുക്കെ പതുക്കെ കൊല്ലു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള സാധനമാണ് ബയോളജിക്കൽ കണ്ടാമിനേഷൻ അല്ലെ സ്പോയിലേജ്, ഫുഡ് സ്പോയിലേജ് എന്നൊക്കെ പറയുന്ന സംഗതി. പിന്നെ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ റീസൺസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം യൂട്ടൻസിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കിച്ചണിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളെയും അതിന്റെ കട്ട്ലറീസിനെയും എല്ലാത്തിനെയും കൂടെ കൂട്ടി പറയുന്ന ഒരു പേരാണ് യൂട്ടൻസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് അറിയാം, നമ്മളിപ്പം വീട്ടില് നോർമലി നമ്മുടെ കയ്യിൽ ഒരു കത്തിയാണ് ഉണ്ടാവുക, അല്ലെ 2 കത്തി ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മള് മീൻ കൊണ്ടുവന്നാലും അത് നന്നാക്കാൻ എടുക്കുന്നത് ഒരു കത്തിയായിരിക്കും. പച്ചക്കറിക്കും അതേ കത്തി തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്നത്. ചില വീടുകളിൽ നല്ല എന്താ പറയുക ഷാർപ്പായിട്ടുള്ള നൈഫ് വേണ്ടവർ മാത്രമാണ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാറുള്ളത്. പിന്നെ നമ്മുടെ ഈ പണ്ടത്തെ അമ്മമാരൊക്കെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോഴും ഉണ്ട്, പണ്ടത്തെ മാത്രമല്ല കേട്ടോ, അവരെ മാത്രമല്ല കുറ്റം പറയുന്നത്, ഇപ്പോഴത്തെ അമ്മമാരായാലും സമയമൊക്കെ കുറവാണെങ്കിൽ നമ്മളിത് മീനൊക്കെ മുറിച്ചു അല്ലെങ്കിൽ പിന്നെ പച്ചക്കറിയൊക്കെ നുറുക്കി നമ്മൾ പച്ചക്കറിയും മീനും ഒക്കെ കഴുകും, കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകും. പക്ഷെ ഈ നൈഫ് കത്തി വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും സ്ഥിരമായിട്ട്. പണ്ടത്തെ ഒരു പഴയ സെറ്റപ്പ് ഓഫ് കിച്ചൺ ഒക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കത്തി നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കും, അതിനെ കഴുകാനോ അതിന്റെ ബാക്കി ക്ലീനിങ് പ്രൊസീജിയറിനൊന്നും നമ്മൾ പോവാറില്ല. അമ്മ ആ സാധനം പണി തീർത്തു, അത് അതിന്റെ ഉപയോഗം കഴിഞ്ഞ് അത് അവിടെ വെച്ചു, പിന്നെ നമ്മൾ വാഷിംഗ് മുഴുവനും നമ്മുടെ ഫുഡ് ഐറ്റത്തിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങ് പോവാണ്. പിന്നെ അടുത്ത ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വന്നിട്ട് വീണ്ടും ഇതേ കത്തി എടുത്തിട്ട് വേറൊരു സാധനം മുറിക്കാൻ പോകുന്നത്. അപ്പൊ എടുക്കുന്നയാള് ചിലപ്പോൾ വൃത്തി ഭയങ്കര കോൺഷ്യസ് ആണെങ്കിൽ അയാൾ വേണമെങ്കിൽ കഴുകി എടുക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ അമ്മ എന്ത് ചെയ്യും, ഇതേ സാധനം തന്നെ വെച്ചിട്ട് അടുത്ത വെജിറ്റബിളും വേണമെങ്കിൽ കട്ട് ചെയ്യും. ഇനിയിപ്പോ അവർ ആ ത്രൂ ഔട്ട് ദ ഡേ എല്ലാ സാധനങ്ങളും ഇത് വാഷ് ചെയ്യാണ്ട് തന്നെ യൂസ് ചെയ്യും. അപ്പം ഇത് ക്രോസ് കണ്ടാമിനേഷൻ ഉള്ള ചാൻസ് ഉണ്ടാക്കുന്നു. കാരണം ഓൾറെഡി അതിനകത്ത് ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡ് കട്ട് ചെയ്തപ്പം അതിനകത്ത് കുറച്ച് മൈക്രോബ്സ് ഉണ്ടാവാം. അതിന്റെ മൈക്രോബിയൽ ലോഡ് ഇൻക്രീസ്ഡ് ആയിരിക്കും. ഒരു 1 hour ഒക്കെ ആകുമ്പോഴത്തേക്കിനും അത് ഇൻക്രീസ്ഡ് ആണ്. മിനിമം 2 hours ഒക്കെ ആകുമ്പോഴത്തേക്കിനാണ് നല്ലോണം കൂടുന്നത്. അപ്പൊ ആ ഒരു 2 hours കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ഗ്രോത്ത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അതേ സാധനം വെച്ചിട്ട് വേറൊരു സാധനം കൂടെ കട്ട് ചെയ്യുമ്പോൾ അതിലേക്കും ഈ മൈക്രോ ഓർഗാനിസം എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ യൂട്ടൻസിൽസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ ചില പാത്രങ്ങൾ നമ്മൾ പിന്നെ കഴുകാതെ അവിടെ ഇങ്ങനെ വെക്കുക, അതിനകത്ത് മൈക്രോ ഓർഗാനിസം പെറ്റുപെരുകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ കഴുകാതെ വെച്ചിരിക്കുന്നത് കഴുകിയതിന്റെ അടുത്താണ് വെക്കുന്നതെങ്കിൽ അവിടെ അതിലേക്കും ഈ ഓർഗാനിസത്തിന് വേണമെങ്കിൽ കയറി നിൽക്കാം. പക്ഷെ അവർക്ക് ഫേവറബിൾ ആയ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം അവർ പെറ്റുപെരുകും. അപ്പൊ അതുപോലെ ചോപ്പിംഗ് ബോർഡ്സ്, നമ്മൾ കട്ടിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്, അതുപോലെ ചപ്പാത്തി പരത്തിയെടുക്കുന്ന കല്ല്, പിന്നെ എന്താണ് തവ, ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ, ഇതൊക്കെ ചില വീടുകളിൽ റെഗുലർ ആയിട്ട് വാഷ് ചെയ്യാത്ത പ്രൊസീജിയർ ഉണ്ട്. ദോശക്കല്ല്, കാരണം ഇതൊക്കെ ഒരു എന്താ പറയാ പരുവത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് നമ്മൾ ഒത്തിരി സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒത്തിരി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിൽ കോട്ടിംഗ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനൊക്കെ സൈഡിലേക്ക് ആക്കി വെക്കുന്നത്. പപ്പടം കാച്ചിട്ട് ആ എണ്ണ അവിടെ വെക്കുക, ഇങ്ങനത്തെ അതിന് കെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ മൈക്രോബിയൽ ലോഡും ഇതിനകത്തൊക്കെ കൂടുതലായിരിക്കും. അപ്പം അത് ഇങ്ങനെയാണ് നമ്മളെ യൂട്ടൻസിലിന്റെ അകത്തു നിന്നുള്ള പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോത്ത്സ്, നമ്മൾ അതിന് യൂട്ടൻസിലിന്റെ കൂടെ ആ ക്ലോത്തിനെയും കൂടെ കൺസിഡർ ചെയ്യാം. അതുമായി ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് അപ്പം യൂട്ടൻസിൽ ക്ലീനിങ്, അതിന്റെ വാഷിംഗ്, അതിന്റെ വെക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം സുപ്രധാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് കത്തി, കട്ടിംഗ് ബോർഡ്, അതുപോലെ തന്നെ പ്ലേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. അടുത്ത് സ്റ്റോറിംഗ് ഓഫ് ഫുഡ്. സ്റ്റോറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് 2-3 കാര്യങ്ങളാണ്. ഒന്ന് റോ ഫുഡായിട്ടും
നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ ഓരോന്നും ഡിസൈഡ് ചെയ്യണം. അതായത് അതിനകത്ത് തന്നെ പെരിഷബിൾ, സെമി പെരിഷബിൾ, നോൺ പെരിഷബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. പെട്ടെന്ന് കേടാവുന്നുണ്ടാവും, കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും, ഒരുപാട് കാലത്തേക്ക് കേടാവാതെ ഇരിക്കുന്നതുണ്ടാവും. അപ്പം അത് പച്ചക്കറി അല്ലെങ്കിൽ ധാന്യങ്ങൾ, ഇങ്ങനെ മീന്, മുട്ട, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതിനെ ഓരോന്നിനെ നമ്മൾ സെപ്പറേറ്റ് എവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പ്രോപ്പർ ആയിട്ട് വെക്കുക. അതായത് പച്ചക്കറി വേഗം ചീത്തയാകുന്നതാണ് ആ പച്ചക്കറിയും പിന്നെ ധാന്യങ്ങൾ കുറച്ച് അധികം കാലം നിൽക്കുന്ന സാധനങ്ങൾ. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിന്റെ അടുത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരെണ്ണം കേടാകുമ്പോൾ അത് മറ്റേതിലേക്കും സ്പോയിലേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും അത് ശ്രദ്ധിക്കുക. ദെൻ കുക്ക് ചെയ്ത സാധനങ്ങൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കവർ ചെയ്തിട്ട് തന്നെ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് അടച്ചു തന്നെ വെക്കുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് അത് ഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. ബാക്കി നമ്മളിപ്പോ ഒരു പാത്രത്തിൽ നിറച്ച സാധനം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമേ എനിക്ക് ഉച്ചയ്ക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ള പോർഷൻ സൈസ് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിനു ശേഷം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എടുക്കുക. ബാക്കിയുള്ളത് അപ്പൊ തന്നെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക. കാരണം ഈ ഫ്രിഡ്ജിൽ ഇരുന്ന സാധനം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്, അത് പുറത്തെടുത്ത് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ അവിടെ ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് മൈക്രോബിയൽ ലോഡ് കൂടും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ pH-ഉം ആ ടെമ്പറേച്ചറും ഒക്കെ മാറുമ്പോൾ ഓക്സിജന്റെ ലഭ്യത ഒക്കെ വരുമ്പോഴത്തേക്കിന് കേടാകും. അപ്പൊ അതുകൊണ്ടാണ് അത് തിരിച്ച് നമ്മൾ വേഗം തന്നെ വെക്കണം എന്ന് പറഞ്ഞത്. അപ്പം സ്റ്റോറേജിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അതാണ്. പിന്നെ റോ ഫുഡ്സും കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡും സെപ്പറേറ്റ് ചെയ്ത് ക്രോസ് കണ്ടാമിനേഷൻ നമുക്ക് ഒഴിവാക്കാം. അടുത്താണ് ഡിസ്പെൻസിങ് വേസ്റ്റ്. അതുപോലെ അതൊരു വലിയ ഇമ്പോർട്ടന്റ് തിങ് ആണ്. നമ്മൾ കിച്ചണിൽ തന്നെ നമ്മളിപ്പോ സിങ്കില് നമ്മൾ പാത്രം കഴുകുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പൊതുവെ ഒരു വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാത്രം വെക്കാറുണ്ട്. പക്ഷെ ഈ കുഞ്ഞു പാത്രം അവിടെ വെച്ചിട്ട് നമ്മൾ പ്രശ്നം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എടുത്ത് വെക്കുന്നതായിരിക്കും ഒരു പാത്രം, അതിനകത്ത് രാവിലത്തെ ഫുഡ് വേസ്റ്റ് മുഴുവൻ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഫുഡ് വേസ്റ്റ് അവിടെ ഇരിക്കുകയാണ്, നമ്മൾ അതിനെ കവർ ചെയ്തിട്ടില്ല എങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ മൈക്രോ ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ അവർ കോളനീസ് ഫോം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ബാക്കി ഇത് അവിടെ തുറന്നു വെച്ചിട്ടാണ് നമ്മുടെ സ്ലാബിലും അതുപോലെ കുക്കിംഗ് ഏരിയയിലും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ ഓർഗാനിസത്തിന് ഈ പറഞ്ഞ ക്രോസ് കണ്ടാമിനേഷനുള്ള സാധ്യത വളരെ കൂട്ടും. അപ്പൊ കഴിയുന്നതും നമ്മൾ ഒന്നുകിൽ അത് അടച്ച പാത്രത്തിൽ വെക്കുക, അതല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വെക്കാതെ ഇരിക്കുക. ആ വേസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി അത് കുഞ്ഞ് അളവിൽ ഞാൻ പറഞ്ഞു. ഇനി നമ്മുടെ വലിയ അളവിൽ വരുന്ന ഇപ്പൊ ഒരു ദിവസത്തെ മുഴുവൻ വർക്കും കഴിയുമ്പോൾ നമുക്ക് രാത്രിയിൽ ഒരുപാട് സാധനം ചിലപ്പോൾ വേസ്റ്റ് ആയിട്ടുണ്ടാവും. ഈ വേസ്റ്റിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. അതായത് അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കും ഇൻഓർഗാനിക്കുമായിട്ടുള്ള സാധനങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് അതിന് ഡിസ്പോഷർ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അതിന് വെച്ചിരിക്കുന്ന പാത്രങ്ങളും ഈ വേസ്റ്റ് എടുക്കുന്ന പാത്രങ്ങളും നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തതിന് ശേഷം അതും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം വെക്കുക. ഇല്ല എങ്കിൽ അതിനകത്തും നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ അകത്തൊക്കെ പോയി നോക്കിയാൽ ചില വീടുകളിൽ നമുക്ക് കാണാം കറുത്ത് വല്ലാണ്ട് ചെളി കുത്തി പിടിച്ചിരിക്കുന്ന പോലത്തെ ഒക്കെ കാണും. പക്ഷെ അത് ചെളി മാത്രമായിരിക്കത്തില്ല, ഈ പറയുന്ന മൈക്രോബിയൽ ലോഡും കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതും സോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഇത്രയാണ് നമ്മുടെ ക്രോസ് കണ്ടാമിനേഷന്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ബയോളജിക്കൽ കഴിഞ്ഞു, കെമിക്കൽ കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞു, ക്രോസ് കണ്ടാമിനേഷൻ കഴിഞ്ഞു. ഇനി ഈ റൂട്ട്സ് ഓഫ് കണ്ടാമിനേഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നതെന്നുള്ളതാണ്. മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് ആ പിക്ചർ ഒന്ന് സൂം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നമ്മൾ ചെറിയ സ്കൂൾ ലെവലിൽ പഠിച്ചു വരുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ഇതിന്റെ ബിഗർ വേർഷൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ സോഴ്സസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പിക്ചറിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം. നമുക്ക് അവിടെ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഫീക്കസ്, അയാള് മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു പിക്ചറാണ്. ഇത് ഞാൻ പറഞ്ഞ വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. എങ്ങനെയാ കണ്ടാമിനേഷൻ, എന്താണ് നമ്മൾ കൈ കഴുകേണ്ടതിന്റെ ആവശ്യം, ഇതൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ഒരു പിക്ചർ തന്നെയാണ് ഇതില്. അപ്പം ഏതൊക്കെ വഴിയിലാണ് അത് ഒരു മനുഷ്യനെ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു വ്യക്തി, ഏറ്റവും റൈറ്റ് എൻഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാം അവിടെ ഒരു സാധാരണ ഒരു മനുഷ്യനുണ്ട്. അയാൾക്ക് എങ്ങനെയാണ് കണ്ടാമിനേഷൻ ചെയ്ത് വിധേയനൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. ഈ പിക്ചറിന്റെ മോൾ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മലമൂത്ര വിസർജനം ചെയ്തു വരുന്ന ആളുടെ കൈകൾ വൃത്തിയായി കഴുകിയിട്ടില്ല എങ്കിൽ അതേ വ്യക്തിക്ക് ഭക്ഷണ സാധനങ്ങൾ ആ ഫുഡിലേക്കാണ് ആരോ വരുന്നത്. ആ ഫുഡ് അയാള് കൈകൊണ്ട് വൃത്തിയായി കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണ സാധനം കഴിക്കാൻ എടുക്കുകയോ കുക്ക് ചെയ്യാൻ എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടാമിനേഷന് കാരണമായി വരുന്നു. മലമൂത്ര വിസർജനം തുറസായ സ്ഥലത്ത് ചെയ്യുമ്പോൾ അവിടെ ഈച്ചയും മറ്റ് ചെറിയ പ്രാണികളും ഒക്കെ വന്നിരുന്നിട്ട് ആ പ്രാണികൾ വീണ്ടും ഭക്ഷണത്തിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടാമിനേഷനുള്ള ഫീക്കൽ കണ്ടാമിനേഷനുള്ള സാധ്യത കൂടുന്നു. അതേ ഭക്ഷണം ഒരു ആള് കഴിക്കുകയാണെങ്കിൽ അയാൾക്കും നമുക്ക് ഫുഡ് കണ്ടാമിനേഷൻ ഉണ്ടാവുന്നു. ഇനി ഇയാള് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആ പറമ്പ്,
അവിടെ നമ്മൾ കൃഷി സ്ഥലമായിരുന്നുവെങ്കിൽ അവിടെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷി ചെയ്യുന്ന ആ വസ്തുക്കളിൽ ഇപ്പൊ ഇഞ്ചി അല്ലെ മഞ്ഞൾ ഇങ്ങനത്തെ ഒക്കെ ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ഇപ്പൊ ക്യാരറ്റ് പൊട്ടാറ്റോ പൊതുവെ എല്ലാ സാധനങ്ങളും മണ്ണിനടിയിലേക്ക് വളരുന്നതാണ്. അപ്പം ഇതൊക്കെ ഈ മണ്ണില് അടിയിൽ വളരുന്ന ഇവിടെയാണ് ഇയാൾ പോയിട്ട് ഈ ഇതൊക്കെ പരിപാടിയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇതും നമ്മുടെ ഈ ഭക്ഷണ സാധനങ്ങൾ ഈ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയാണ് ചെയ്യുക. ഇത് വാഷ് ചെയ്യുന്നില്ല. നമ്മളിപ്പം ഇഞ്ചിയൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കാണാം അതിൽ മണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യാ, ഈ ഇഞ്ചി കൊണ്ടുവന്നിട്ട് നേരെ എടുത്തിട്ട് നമ്മളെ ഫ്രീസർ നമ്മളെ ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ ട്രേ അല്ലെ അതിന്റെ ബോക്സിനകത്തേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യാം. അപ്പം ആലോചിക്കണം, ഇത് ഈ ഇങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഇപ്പൊ എല്ലായിടത്തും ടോയ്ലറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാലും നമുക്ക് അറിയത്തില്ല. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കർഷകരൊക്കെ ഇപ്പോഴും ഇതുപോലത്തെ അവസ്ഥയിൽ, കാരണം അവർ വീട് വിട്ടിട്ട് ദൂര സ്ഥലങ്ങളിൽ വന്ന് കുറെ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്ന അവിടെ അവർക്ക് ടോയ്ലറ്റും വെള്ളത്തിനുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവര് ഈ പാടത്തൊക്കെ ആയിരിക്കും ചിലപ്പം ഇപ്പോഴും കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. അപ്പം ആ ഒരു റൂട്ട് ആ ഫീൽഡിൽ വരുന്ന കണ്ടാമിനേഷൻ ഈ രീതിയിൽ നമ്മളെ കൊണ്ടുവന്ന ആ ഫുഡ് മര്യാദയ്ക്ക് വാഷ് ചെയ്യാണ്ട് കുക്ക് ചെയ്തിട്ട് അത് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ഫുഡ് കണ്ടാമിനേഷൻ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ മലമൂത്ര വിസർജനം നടത്തി ആ സ്ഥലത്തുനിന്ന് അത് ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിലോ മറ്റോ കലരുകയാണെങ്കിൽ ആ വെള്ളം നമ്മൾ കുടിക്കാൻ സാഹചര്യം ഉണ്ടായാൽ അതും നമുക്ക് ഫുഡ് കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വൈറസ്, പാരസൈറ്റ്സ്, ഫംഗൈ എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫുഡ് ബോൺ ഇൽനെസ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ പറയുന്ന വിവിധങ്ങളായ റൂട്ടുകളിൽ കൂടിയാണ് നമ്മുടെ വയറ്റിലേക്ക് എത്തുകയും നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഭക്ഷ്യ വിഷബാധ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പം റൂട്ട്സ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ഇത് തന്നെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാവുന്ന റൂട്ട്സ് ഓഫ് കണ്ടാമിനേഷൻ ഇൻ ഫുഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആയിരുന്നു അസോസിയേറ്റ് ചെയ്തിരുന്നെന്നുള്ളത്. അപ്പൊ അതിന്റെ കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, വൈറസ്, ആൽഗെ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണാറുള്ള പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ബാക്ടീരിയയും വൈറസും ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിന് സ്പോയിലേജ് അല്ലെങ്കിൽ കേടാക്കുന്ന സാധനങ്ങൾ. ഫംഗസ് ഇല്ല എന്നല്ല, പ്രോട്ടോസോവ ഇല്ല എന്നല്ല, ആൽഗ ഇല്ല എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി എന്ന് പറയുന്നല്ല ഒരു 75% എങ്കിലും നമുക്ക് സ്പോയിലേജ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ബാക്ടീരിയയും വൈറസസും തന്നെയാണ്. സ്പോയിലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജ്. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ ഞാനത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് സ്പോയിലേജ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ ഓരോന്ന് സ്പെസിഫൈ ഓരോ ഫുഡ് ഐറ്റത്തിനകത്തും സ്പെസിഫൈ ചെയ്തിട്ട് ഏത് ഓർഗാനിസം ആണെന്നുള്ളതാണ് പറയുന്നത്. സ്പോയിലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇതിൽ ഫസ്റ്റ് പറയുന്നത്. ദ ഓർഗാനിസം റെസ്പോൺസിബിൾ ഫോർ ടെയിൻസ് ആർ ആസിഡ് ടോളറന്റ് ബാക്ടീരിയ. ഒരു ബാക്ടീരിയൽ സ്പീഷീസ് ആണ് കോമൺ ആയിട്ട് ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും. കാരണം pH ഡിഫറൻസ് വരുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഓർഗാനിസം ലാക്ടോബാസിലസ് സ്പീഷീസ് ആണ് കൂടുതലായിട്ടും ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും സ്പോയിലേജ് ഉണ്ടാക്കുന്നത്. നേരത്തെ സ്ലൈഡ് 2 കണ്ടതിനകത്ത് അത് നമ്മൾ ആ റോട്ട് അല്ലെങ്കിൽ ആ എന്താ പറയാ ഫംഗൽ ഗ്രോത്ത് അതിനകത്തുള്ള ആ ഫിസിക്കലായിട്ട് വരുന്ന ചേഞ്ചസ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഏത് ഓർഗാനിസം ആണ് അങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് സ്പെസിഫിക്കലി ഓരോ ഫുഡ് ഐറ്റത്തിലും ഏതൊക്കെ ടൈപ്പ് ആണ് ഓർഗാനിസം ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഡിഫറൻസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. Then deterioration can be caused by action of animals, birds, bruising, wounding, cutting, freezing, desiccation or other mishandling and growth of microorganism, environmental conditions, contact with spoiled foods. ഇങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. അതായത് ഈ ലാക്ടോബാസിലസ് സ്പീഷീസ് ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടിനകത്തും വെജിറ്റബിളിനകത്തും ആക്ട് ചെയ്യാനുള്ള റീസൺ അതെങ്ങനെയൊക്കെയാണെന്ന്, അത് ആനിമൽസിന്റെ ബൈറ്റ് കൊണ്ടായിരിക്കാം. ബേർഡ്സ് ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ബൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കട്ട്സ് അല്ലെങ്കിൽ ബ്രൂയിസസ്, അതിനകത്ത് മുറിപ്പാടുകൾ വരുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ പറയുന്ന ലാക്ടോബാസിലസ് പോയിട്ട് ആക്ട് ചെയ്യും. ഫ്രീസിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെസിക്കേഷൻ, മറ്റേതെങ്കിലും ടൈപ്പ് ഓഫ് നമ്മൾ എന്താ പറയാ പ്രോസസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ലാക്ടോബാസിലസ് ഇതിനകത്ത് കയറിയിട്ട് ആക്ട് ചെയ്യും. മൈക്രോബിയൽ സ്പോയിലേജ് മേ ബി ഡ്യൂ ടു പ്ലാന്റ് പാത്തജൻസ് ആക്ടിങ് ഓൺ സ്റ്റെംസ്, ലീവ്സ്, ഫ്ലവേഴ്സ് ഓർ റൂട്ട്സ്, സാപ്രോഫൈറ്റിക് ഓർഗാനിസം. അതെങ്ങനെ, അതിന്റെ റീസൺ എന്താണ് മൈക്രോബിയൽ സ്പോയിലേജ് ഉണ്ടാവാനുള്ള കാരണം? മിക്കവാറും അത് സ്റ്റെമ്മിലോ ലീഫിലോ അല്ലെങ്കിൽ ഫ്ലവേഴ്സിലോ ഒക്കെ ആയിട്ടാണ് ഈ ലാക്ടോബാസിലസ് സ്പീഷീസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയ ആക്ട് ചെയ്ത് തുടങ്ങിയിട്ടാണ് സ്പോയിലേജ് ഉണ്ടാക്കുന്നത്. ഇനിയും അതിന്റെ ടൈപ്സ് ഓഫ് സ്പോയിലേജ് ഒന്നും കൂടെ പറയാണ്. 2 ടൈപ്സ് ഓഫ് സ്പോയിലേജ് ആണ്. മൈക്രോബിയൽ സ്പോയിലേജും നോൺ മൈക്രോബിയൽ സ്പോയിലേജും ഉണ്ടാവാറുണ്ട്.
ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് സ്പോയിലേജ്. ഏത് ഫുഡിനെയാണ് എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹൈലി പെരിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവുന്നത് മീറ്റ്, ഫിഷ്, പോൾട്രി, എഗ്, മിൽക്ക്, മോസ്റ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ഇതൊക്കെ പെട്ടെന്ന് കേടാവുന്ന ആൾക്കാരാണ്. ഇവരിൽ ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും മൈക്രോബിയൽ അറ്റാക്ക് എന്ന് പറയുന്നത്. സെമി പെരിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത് പൊട്ടേറ്റോ, സം ആപ്പിൾ വെറൈറ്റീസ്, നട്ട് മീറ്റ്സ്, കുറച്ചു കാലം കൂടെ നിൽക്കാൻ സാധ്യതയുള്ള വെജിറ്റബിൾസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട്സിനെ ഒക്കെ പറയുന്ന പേരാണ് സെമി പെരിഷബിൾ. സ്റ്റേബിൾ ഓർ നോൺ പെരിഷബിൾ എന്ന് പറയുന്നത് ഷുഗർ, ഫ്ലവർ, ഡ്രൈ ബീൻസ്, കുറേം കൂടെ നമ്മൾ സീരിയൽസ് ഒക്കെ നമുക്ക് ഗ്രെയിൻസ് ഒക്കെ നമുക്ക് സ്റ്റേബിൾ ആണ്, നോൺ പെരിഷബിൾ ആണ്, പെട്ടെന്നൊന്നും കേടാവില്ല, കുറച്ചു കാലം വേണമെങ്കിൽ ഒരു 1 ഇയറോ 2 ഇയറോ വരെ ഒക്കെ സർവൈവ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണ് സ്റ്റേബിൾ അല്ലെങ്കിൽ നോൺ പെരിഷബിൾ. അപ്പം ഫുഡ് 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ സ്പോയിലേജ്. ഹൈലി പെരിഷബിൾ പെട്ടെന്ന് കേടാവുന്നത്, സെമി പെരിഷബിൾ അത്ര പെട്ടെന്ന് കേടാവില്ല, കുറച്ചു കാലം. ഫോർ എക്സാമ്പിൾ പൊട്ടറ്റോ തന്നെ നമ്മൾ ഓർക്കുക. സ്റ്റേബിൾ അല്ലെങ്കിൽ നോൺ പെരിഷബിൾ റൈസ്, വീറ്റ്, അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഷുഗർ, സോൾട്ട്, അതൊക്കെ ആലോചിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്പോയിലേജ് ഓഫ് വെജിറ്റബിൾസിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇത്. അതിന്റെ ഇടയ്ക്ക് ആ സ്ലൈഡ് ഒന്ന് മിസ്ഡ് ആയിട്ട് കയറിയതാണ്. നിങ്ങൾക്ക് തരുമ്പോൾ ആ സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് തരാം. ഇതില് സ്പോയിലേജ് ഓഫ് സീരിയൽസ് എന്ന് പറയുന്നത് ഇതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ്, സീരിയൽസ് എങ്ങനെയാണ് കേടാവുന്നതെന്ന് ചോദിച്ചാൽ സീരിയൽസിന് ഒരു ഡ്രൈ സ്റ്റോറേജ് ആണ് എപ്പോഴും ആവശ്യമുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് ഡ്രൈ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ഓർഗാനിസത്തിന് വാട്ടർ ആക്ടിവിറ്റി കൂടുതലുള്ള ഫുഡിലാണ് ചിലപ്പം സ്പീഡായിട്ട് ഇത് ചെയ്യുന്നെങ്കിൽ ഈ സീരിയൽസ് ഡ്രൈ സ്റ്റോറേജിൽ നിൽക്കുന്ന ഫുഡ് ഐറ്റം ആണ്. അപ്പം നമ്മളിപ്പോ പറഞ്ഞ നോൺ പെരിഷബിൾ കാറ്റഗറിയാണ്. അപ്പൊ ഈ നോൺ പെരിഷബിൾ കാറ്റഗറി ഓഫ് ഫുഡിനകത്ത് കുറച്ച് വെള്ളം എവിടെന്നെങ്കിലും പറ്റുവാണെങ്കിൽ അതിന്റെ വാട്ടർ കണ്ടന്റ് ചേഞ്ച് ആവും. അപ്പോഴാണ് അവിടെ മൈക്രോ ഓർഗാനിസം ആക്ട് ചെയ്യുക. അതായത് അതിൻ്റെ അകത്ത് വെള്ളം മാക്സിമം ഒഴിവാക്കിയിട്ട് ഒരു ഡ്രൈ ഫോമിൽ നിൽക്കുന്ന ഫുഡ് ഐറ്റം ആണ്. അതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രോപ്പ് ഒക്കെ തെറിച്ച് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്നിട്ട് അത് ആ ഫുഡിനെ കേടാക്കുന്നു. ലിറ്റിൽ മോയ്സ്ചർ കോസ് മോൾഡ് ഗ്രോത്ത്. അതിനകത്ത് വരുന്നത് മോൾഡ് ആണ് ഗ്രോ ചെയ്യുക. ഹൈ മോയ്സ്ചർ മേ കോസ് ഗ്രോത്ത് ഓഫ് ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ. നോർമലി കുറഞ്ഞ വെള്ളത്തിൽ മോൾഡ് ഗ്രോത്ത് ആണ്, പക്ഷെ വെള്ളം കൂടുന്നതിനനുസരിച്ച് അതിന്റെ കണ്ടന്റ് 12 to 13% അകത്ത് സ്പോയിലേജ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഈസ്റ്റും ബാക്ടീരിയ ഒക്കെ ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയാണ് നമ്മള് കോഴിക്കോട് ഏരിയയിലാണെന്ന് തോന്നുന്നു ഒരു കുട്ടി ഇതുപോലെ തന്നെ ഒരു അമ്മ ഗോതമ്പാണോ പച്ചരിയാണോ ഇങ്ങനെ ഏതോ ഒരു സാധനം വെള്ളത്തിൽ കുതിർത്തി വെച്ചു നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് റേഷൻ ഷോപ്പിൽ നിന്നോ മറ്റോ വാങ്ങിയ ഗോതമ്പായിരുന്നു. അപ്പൊ അതിനകത്ത് അവര് അത് കുറെ സമയം വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നതാണ്. പക്ഷെ ഈ കുട്ടി നടന്നു പോകുന്ന വഴിക്ക് ഈ വെള്ളത്തിലിട്ടിരുന്ന സാധനം എടുത്ത് വായിലിട്ട് കഴിച്ചു. കഴിച്ച സമയത്തില് അത് നമ്മൾ അത്ര നോട്ടീസ് ചെയ്ത ഒരു സംഗതിയല്ല. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കിനും മറ്റു അത് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ കണ്ട് ഈ കുട്ടി ഡെത്തായി. അപ്പം അതിന്റെ റീസൺ അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ പറയുന്ന സംഗതി ഇവർക്ക് റേഷൻ ഷോപ്പിൽ നിന്ന് അത് കിട്ടിയ സമയത്തിൽ അതിനകത്ത് ഒരു ചെറിയ ഫംഗൽ ഗ്രോത്തോ മറ്റോ ഇവര് വിസിബിളി കണ്ടിരുന്നു. പക്ഷെ അവരത് വെള്ളത്തിലിട്ടല്ലോ, വാഷ് ചെയ്തിട്ടാണല്ലോ പൊടിപ്പിക്കുക എന്നുള്ള സീനിൽ അവരത് അവിടെ വെച്ചിരുന്നു. പക്ഷെ കുട്ടി അതത്ര എന്താ പറയാ വെള്ളത്തിലിട്ട സാധനമാണല്ലോ എന്ന് കരുതിയിട്ട് വായിലും ഇട്ടു. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി അവളുടെ വയറ്റിൽ പോയിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് അത്രയും ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് ഡെത്തിലേക്ക് ആ കുഞ്ഞ് പോകേണ്ട അവസ്ഥ വന്നു. അപ്പൊ അത് നമ്മൾ നിസ്സാരെന്ന് കരുതും. ഇത് പൂപ്പലൊക്കെ ഉള്ള സാധനം ചിലപ്പോൾ നമ്മൾ കഴുകി തിന്നാറുണ്ട്. ചില ഫ്രൂട്ട്സ് ഒക്കെ ടൊമാറ്റോയും അങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ ഗ്രേപ്സ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് കാണാം അതിനകത്തൊക്കെ ചെറിയ മൈക്രോബിയൽ സ്പോയിലേജ് ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും അതിനെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇത്ര എക്സ്പെൻസീവ് ആയ സാധനങ്ങളൊക്കെ കളയാണ്ട് തിന്ന് തീർത്തേക്കാന്ന് വിചാരിച്ച് തിന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അതുപോലെ കേക്ക്, ബേക്കറി പ്രോഡക്ട്സ് ഒക്കെ നമുക്കൊരു അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പതുക്കെ പൂപ്പൽ തുടങ്ങും. ബ്രെഡ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ പലപ്പോഴും പണ്ട് കാലത്ത് ചെയ്യുന്ന എന്താണ്, അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് അത് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ നമ്മളെ പിക്കിൾസ് നമ്മൾ നനഞ്ഞ സ്പൂണോ മറ്റോ എയർ ടൈറ്റ് ആയ പാത്രത്തിൽ ഇരിക്കുന്ന എപ്പോഴും അമ്മമാർ അങ്ങനെയാണ് സൂക്ഷിക്കുക. നമ്മൾ എപ്പോഴും നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണ് നനഞ്ഞ സ്പൂൺ അല്ലെങ്കിൽ പുറത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പൂണൊന്നും അതിനകത്ത് ഇടരുതെന്ന് പറയും. അപ്പൊ അത് ആ മോയ്സ്ചറിന്റെ ആ ഒരു ആക്ടിവിറ്റി അവിടെ കണ്ടന്റ് കൂടുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ഇതിന് സ്പോയിലേജ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ സീരിയൽസിന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ വാട്ടർ ആണ് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് മൈക്രോബിയൽ ലോഡ് കൂട്ടാനുള്ള കാരണം. ആ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സാധനമാണ് വാട്ടർ കണ്ടന്റ് കൂടുമ്പോഴാണ് അവിടെ ഇത് വരുന്നത്. ഇതിലെ ഓർഗാനിസംസ് നോക്കണം. മൈക്രോബിയൽ കണ്ടന്റ്, ഫിസിക്കൽ ഡാമേജ് ആൻഡ് ടെമ്പറേച്ചർ ആർ ഓൾസോ സം ഫാക്ടേഴ്സ്. ഇതൊക്കെ അതിന് റീസൺസ് ആണ്. ഫിസിക്കൽ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഒക്കെ റീസൺസ് ആണ്. ടെമ്പറേച്ചറും വലിയൊരു ഫാക്ടർ തന്നെയാണ്. ആസ്പെർഗില്ലസ്, പെൻസിലിയം, മ്യൂക്കർ സ്പീഷീസ്, റൈസോപ്പസ്, ഫ്യൂസേറിയം ആർ സം കോമൺ മോൾഡ് പ്രൊഡ്യൂസ് മൈക്കോടോക്സിൻസ്. മൈക്കോടോക്സിൻ
പ്രൊഡക്ഷൻ ആണ് ഇവിടെ നമ്മളെ ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്നതിന്റെ കാരണം. മൈക്കോടോക്സിൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ സിവിയർ ആയിട്ടുള്ള ഡെത്തിലേക്ക് ലീഡ് ചെയ്യുന്നതിന്റെ ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് മൈക്കോടോക്സിൻസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളെ വല്ലാണ്ട് അഫക്ട് ചെയ്യുകയും അത് അങ്ങനെയാണ് നമ്മൾ ഡെത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ദെൻ അസറ്റോബാക്ടർ സ്പീഷീസ്, ലാക്ടിസ് ആൻഡ് കോളിഫോംസ്, മൈക്രോകോക്കായി, ബാസിലസ് ആർ സം സ്പീഷീസ് കോസിങ് സ്പോയിലേജ്. ഇവരൊക്കെ ആക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനകത്ത് സിവിയറിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആസ്പെർഗില്ലസും പെൻസിലിയം, മ്യൂക്കർ റൈസോപ്പസ് അങ്ങനെയുള്ള സ്പീഷീസ് ആണ് നമുക്ക് മൈക്കോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സിവിയറിറ്റി ഉണ്ടാക്കുന്നത്. ഹലോ, നെക്സ്റ്റ്. അത് എങ്ങനെയാന്ന് വെച്ചാല് കോസസ് ഫ്ലോർഡ് ഔട്ട് ടു ഡെവലപ്പ് ആൻ ഓർഡർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് എസ്റ്റർ. അതിൻ്റെ അകത്ത് ആ ഫ്ലോറിനകത്തോ അല്ലെങ്കിൽ ആ സീരിയലിനകത്തോ അസറ്റിക് ആസിഡും എസ്റ്ററിന്റെ ഫോർമേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ബ്രെഡിനകത്ത് നിങ്ങൾക്കറിയാം റോപ്പിനെസ് ഓഫ് ബ്രെഡ് ഇസ് കോമൺ ഇൻ ഹോം ബേക്ഡ് ബ്രെഡ്. റോപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വലിഞ്ഞ് ഒരു റബ്ബർ ഫോമിലേക്ക് നമ്മൾ ആദ്യം അവിടെ ഒരു കുറച്ച് മോൾഡോ അല്ലെങ്കിൽ ഇത് ഗ്രോത്ത് ഒക്കെ കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാം അതൊരു റബ്ബർ മാതിരി വലിയുന്ന പോലത്തെ ഒരു ഫീലിലേക്ക് പോകും. അപ്പോഴത്തേക്ക് അതിന്റെ സ്മെല്ലൊക്കെ മാറാൻ തുടങ്ങും, ഡിസ്കളറേഷൻ ഒക്കെ തുടങ്ങും. ആദ്യം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. തന്നെ അതിന്റെ ക്രംബ് സൈഡിലുള്ള ഭാഗമൊക്കെ സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ആ ബ്രെഡിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കേണ്ടത് അതിന്റെ സ്ട്രക്ചർ, ഫുഡിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് അത് മാറുന്നുണ്ട്. അതുപോലെ റെഡ് ബ്രെഡ് ഇസ് കോസ്ഡ് ബൈ ദി പിഗ്മെന്റഡ് ഗ്രോത്ത് ഓഫ് സെറേഷ്യ മാർസിൻസ്. അപ്പൊ ആ ഒരു ഓർഗാനിസം ആണ് ഈ റെഡ് ബ്രെഡ് എന്ന് പറയുന്ന ആ ഡിസ്കളറേഷൻ ഉണ്ടാക്കുന്നത്. മോൾ സച്ചസ് ന്യൂറോസ്പോറ, സിത്തോഫില ആൻഡ് ജിയോട്രിക്കം ഒറാന്റിക്കം ക്യാൻ ഓൾസോ കോസ് റെഡ് കളറേഷൻ. ആ ബ്രെഡിൽ റെഡ് ഡിസ്കളറേഷൻ ഉണ്ടാക്കുവാണെങ്കിൽ ആ പറയുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. കോമൺ ആയിട്ട് ഏതൊക്കെ ഓർഗാനിസം ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് കൂടാണ്ട് ഈ ഡിസ്കളറേഷൻ ഓഫ് അത് ശരിക്കും പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് ഉണ്ട്. അത് എന്റെ കയ്യിൽ ഇപ്പം ടെക്സ്റ്റ് ബുക്ക് എവിടെയോ വെച്ച് പോയത് കൊണ്ട് നമ്മൾ അത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, കിട്ടിയില്ല. അപ്പം ഞാൻ ആ നോട്ട്സ് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. അത് നമുക്ക് ഓരോ ഫുഡ് ഐറ്റത്തിനും ഓരോ ഡിസ്കളറേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആക്ട് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നോട്ട്സ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രേസിയർ എന്ന് പറയുന്ന ഒരു ഓതറിന്റെ മൈക്രോബയോളജി ടെക്സ്റ്റ്, മൈക്രോബയോളജി എനിക്ക് തോന്നുന്നു നിങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെയോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള മൈക്രോബയോളജി ടെക്സ്റ്റുകൾ ഏതെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുഡിനകത്ത് ഫുഡ് മൈക്രോബയോളജിന്റെ ടെക്സ്റ്റുകൾ ഏതെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോ അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം, ഒരേ ഫുഡിൽ തന്നെ പല ഓർഗാനിസം ആക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡിസ്കളറേഷനും അതിന്റെ ഫ്ലേവറിനും ഒക്കെ വരുന്ന ഡിഫറൻസസ് ഒക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടതുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മളെ ടൈമിനനുസരിച്ച് നോക്കിയിട്ട് അത് ചെയ്തു കൊടുത്താൽ മതി. മിൽക്കാണ് അടുത്തത് വരുന്നത്. മിൽക്കിനകത്ത് ഈ പറഞ്ഞ പോലെ പാല് ഏറ്റവും നമ്മുടെ ഫുഡ് ഐറ്റത്തിനെ എല്ലാം പറയുമ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് പാല്. മീനിനെ നമുക്ക് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാം, പക്ഷെ പാല് നമ്മൾക്കറിയാം, പാല് കാച്ചി നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ചൂടാക്കിയില്ലെങ്കിൽ പാൽ എന്ത് ചെയ്യും, പിരുത്തു പോകും. അപ്പം അതിനകത്ത് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാലിനകത്ത് ഓൾറെഡി ലാക്ടോബാസിലസ് സ്പീഷീസ് ഓഫ് ഓർഗാനിസം ഉണ്ട്. പക്ഷെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കുമ്പോൾ അതിനകത്ത് സോറിങ്, പുളിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അത് പെരുകിയാണ് എന്ത് പറ്റുന്നത്, പാല് തൈരായിട്ട് മാറുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു, ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ് കോളിഫോമും, ക്ലോസ്ട്രീഡിയം, ഈസ്റ്റ്, ബാസിലസ് എന്നൊക്കെ പറയുന്ന സ്പീഷീസ്. പ്രോട്ടിയോലൈസിസ് ആക്ഷൻ ആണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. അത് ബിറ്റർ ടേസ്റ്റ് ഉണ്ടാക്കുന്നു. ബാസിലസും, മൈക്രോകോക്കസ്, പ്രോട്ടിയസ്, സ്യൂഡോമോണസ്, ഫ്ലേവർ ബാക്ടീരിയം ആൻഡ് സെറേഷ്യ എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഈ ബ്രേക്ക് ഡൗണിൽ ആക്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കളറിലും ടേസ്റ്റിനും ഒക്കെ ഡിഫറൻസസ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ അത് പാൽ എന്തായി, തൈരായി മാറുന്നു. തൈരായി മാറില്ലെങ്കിലും പാല് പിരുത്തു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അടുത്തത് സ്പോയിലേജ് ഓഫ് മീറ്റ് ആണ്. റോ മീറ്റ് സബ്ജക്ട് ടു സ്പോയിലേജ് ബൈ ഇറ്റ്സ് ഓൺ എൻസൈംസ് ആൻഡ് മൈക്രോബിയൽ ആക്ഷൻ. ഇത് മീറ്റിന്റെ ഒരു ഏറ്റവും മീറ്റ്, ഫിഷും അതിന്റെ ഒക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്
ഇതൊക്കെ ലൈവ് ഓർഗാനിസംസ് ആണ്, എല്ലാം ലൈവ് ആണ്. പക്ഷെ പിന്നെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഫേവറബിൾ ആയിട്ട് നമ്മൾ വെള്ളമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ മറ്റ് സീരിയൽസിനൊക്കെ ലൈഫ് വരുന്നുള്ളൂ. പക്ഷെ ഈ സാധനം എന്ന് പറയുന്നത് ഇപ്പൊ ജീവനോടെ ഇരുന്ന ഒരു സാധനത്തിനെ കൊന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് അറിയാം, അതിനകത്തുള്ള ബ്ലഡും അതുപോലെ മറ്റ് ഫ്ലൂയിഡ് ലെവൽസ് ഒക്കെ വ്യത്യാസം വരും. pH ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് സംഭവിച്ചു കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. പക്ഷെ അവരെല്ലാവരും നമുക്ക് ഹാംഫുൾ ആയിരിക്കത്തില്ല. പക്ഷെ അൺലെസ് ആൻഡ് അൺടിൽ ഫേവറബിൾ കണ്ടീഷൻ റീച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഹാംഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ലൈവായി നിൽക്കുമ്പോൾ നമുക്ക് ലൈഫ് എത്ര നാളുണ്ടോ അതുവരെയ്ക്ക് എല്ലാ ഓർഗാനിസും നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ലൈഫ്, നമ്മുടെ ആ ബ്രെത്ത് എന്ന് പറയുന്ന സംഭവം എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നോ അവിടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റിയും ചേഞ്ചസ് സംഭവിക്കുകയാണ്. എൻസൈമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട്. pH മാറുമ്പോഴത്തേക്കിനാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം ഈ മീറ്റിന്റെ ഒരു പ്രശ്നം, അതിന്റെ ശരീരത്ത് തന്നെ എല്ലാവിധ മൈക്രോബിയൽ ലോഡും ഉണ്ട്. അപ്പം അവിടെ എന്ത് പറ്റുന്നു, അതിന് ഡെത്ത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കിന് അതിന്റെ ശരീരത്തുള്ള എൻസൈം ലെവൽസ് മാറുന്നു, ചേഞ്ചസ് വരുന്നു. ആ മൈക്രോ ഓർഗാനിസംസ് ഈ pHും എൻസൈം ലെവലും ഒക്കെ മാറുമ്പോഴത്തേക്കിന് ആക്ട് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ അതിനെ സ്പോയിലേജ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് അതിലും സംഭവിക്കുന്ന ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഓട്ടോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നിട്ട് സോറിംഗ് ആണ്, പുളിപ്പ് പോലെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ പച്ച സാധനങ്ങൾ വായിൽ വെച്ച് നോക്കുന്നില്ലാത്തതുകൊണ്ടാണ് ആ സോർനെസ് നമുക്ക് ഫീൽ ചെയ്യാത്തത്. അപ്പം അത് സമയം ഇപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ആ ചൂട് മാറുന്നതിന് മുമ്പ് നമ്മൾ ആ ഇറച്ചി വാഷ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കണം എന്നുള്ളതാണ് നോർമലി അതിന്റെ ഒരു പ്രൊസീജിയർ. കട്ട് ചെയ്ത് അവേഴ്സ് ആൻഡ് അവേഴ്സ്. ഇപ്പൊ രാവിലെ നിങ്ങൾക്ക് ചില ഇറച്ചിക്കടയിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാം, ബീഫും ചിക്കനും ഒക്കെ. ചിക്കൻ ചില ആൾക്കാർ നേരത്തെ കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്ന അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണാണ്ട് രഹസ്യത്തിൽ ആ പീസൊക്കെ നമ്മുടെ അതിനകത്ത് ഇടും. ലൈവായിട്ട് കിട്ടുന്ന സ്ഥലത്തും അങ്ങനെയുണ്ട്. അപ്പൊ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിയുന്നതും അങ്ങനെ കട്ട് ചെയ്തതിന് ബാക്കിയിരിക്കുന്ന പീസസ് എടുക്കാതെ ഇരിക്കുക. അത് ആരെങ്കിലും എടുക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് മാനേജ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ കഴിയുന്നതും ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തുള്ള എടുക്കുക. അതുപോലെ ഷോപ്പിങ്ങിന്റെ എൻഡ് പ്രോസസ് ആയിരിക്കണം എപ്പോഴും ഫിഷും ഈ പറയുന്ന നോൺ വെജിറ്റേറിയൻ സ്റ്റഫ്സിന്റെ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ പച്ചക്കറിയും സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ വണ്ടി എടുത്ത് പോയി ആദ്യം തന്നെ ഇറച്ചിക്കടയിൽ പോയി ഇറച്ചി വാങ്ങി അത് വണ്ടിക്കകത്ത് വെച്ച് അവിടുന്ന് പലചരക്ക് വാങ്ങി അവിടുന്ന് പച്ചക്കറി വാങ്ങി പിന്നെ ബാക്കി എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് കുറെ കഥയൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും എന്ത് പറ്റും, ഈ ഇറച്ചിക്കകത്ത് സംഭവിക്കാവുന്നതിന്റെ മാക്സിമം സ്പോയിലേജ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഷോപ്പിങ്ങിന്റെ ലാസ്റ്റ് ലിസ്റ്റ് ആയിരിക്കണം നമ്മളെ നോൺ വെജിറ്റേറിയൻ സ്റ്റഫിന്റെ പർച്ചേസ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. അത് ഫ്രഷ് അനിമലിനെ സ്ലോട്ടർ ചെയ്തിട്ട് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഇറച്ചിക്കടയിൽ അയാള് ഈ രാവിലെ വെളുപ്പിന് എപ്പോഴല്ല രാത്രിയിലായിരിക്കും ഈ അനിമലിനെ സ്ലോട്ടർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ അവിടെ ഹാങ് ചെയ്ത് അതിന്റെ ബ്ലഡും കാര്യങ്ങളും എല്ലാം പുറത്തൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്നത് മൈക്രോബിയൽ ആക്ടിവിറ്റി കൂടി നിൽക്കുന്ന സമയമായിരിക്കും വൈകുന്നേരം പോയിട്ട് അതേ ഇറച്ചി വാങ്ങുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ഫ്രഷ് ആയിട്ട് സ്ലോട്ടർ ചെയ്ത് കിട്ടുന്നത് വാങ്ങുക. അല്ലെങ്കിൽ ഡീപ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് മാത്രം വാങ്ങുക. അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി അതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ആ ആനിമലിന്റെ ഗട്ട് ലോഡിനെ അനുസരിച്ചിട്ടാണ്, എത്ര ഗട്ട് ലോഡാണോ ആനിമലിനുള്ളത് അതിനനുസരിച്ച് സ്പോയിലേജ് കൂടും. ദ ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദ ആനിമൽ ഡ്യൂറിങ് സ്ലോട്ടർ ആസ് ലൈക്ക് ഫീവർ, എക്സൈറ്റഡ്, ഫറ്റീഗ്. നമ്മള് പേടിപ്പിച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ ആ ആനിമൽസിന്റെ എൻസൈമാറ്റിക് ആക്ഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. എൻസൈം ലെവൽസ് ഒക്കെ ഭയങ്കര ചേഞ്ചസ് സംഭവിക്കും. അപ്പൊ ആ ആനിമൽ അതുപോലെ ഫറ്റീഗ് ആയിരിക്കും, അയാള് ഭയങ്കര ടയേർഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴും ഒക്കെ അവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് നടന്നു കഴിയുമ്പോൾ അങ്ങനെ ചത്ത അനിമലിന്റെ അല്ലെങ്കിൽ കൊന്ന അനിമലിന്റെ ഫ്ലഷ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അത്ര ഹെൽത്തി അല്ല. അതിനകത്ത് സ്പോയിലേജ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ചില ആൾക്കാർ എന്ത് ചെയ്യുക, ഭക്ഷണമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അതിനെ വളരെ കാം ആൻഡ് ക്വയറ്റ്, ചാകാൻ പോവുകയാണെന്നുള്ളൊരു പേടിയൊന്നും ഉണ്ടാക്കാണ്ട് പതുക്കെ അതിനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ അതിന് പേടിപ്പിക്കാണ്ടാണ്. അതേസമയം ഒരു ചിക്കനെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച് അതിനെ കഴുത്ത് പിടിച്ചു കൊണ്ടുവന്ന് അതിന് തന്നെ പേടിയായി കുറെ ഓടി അത് ആകെ ഒരു എക്സോസ്റ്റഡ് ആയി നിൽക്കുന്ന അവസ്ഥയിൽ അതിനെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ ഈ ശരീരത്തിൽ ഈ പറയുന്ന പണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് അല്ലെ, കോഴിയൊക്കെ ഓടിച്ചിട്ട് പിടിച്ചു കൊന്ന് തിന്നാന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും അങ്ങനെ ചെയ്യരുത് എന്നാണ്. അപ്പം അതിനെ റിലാക്സ് ചെയ്യുക, നമ്മളെ പോലെ തന്നെ അതിനെ കൺസിഡർ ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം കൊന്ന് അതിനെ കുക്ക് ചെയ്ത് കഴിച്ചാലേ നമുക്ക് അതിന്റെ ഫുൾ ഗുണം കിട്ടത്തുള്ളൂ. പിന്നെ റാപ്പിഡ് ആയിട്ടുള്ള കൂളിങ്, കുറെ നേരത്തേക്ക് തണുത്തിരിക്കുകയാണെങ്കിൽ അതും ഈ സ്പോയിലേജിന്റെ കാരണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫിഷിലാണ്. ഫിഷ് വരുമ്പോഴും ഇത് തന്നെ ഓട്ടോലൈസിസ് ആണ് സംഭവിക്കുന്നത്. ഇതിന്റെ അകത്ത് എന്താ പറയാ, ഈ കൊഴുപ്പിന്റെ കാര്യങ്ങളൊക്കെ മാറുന്നു.
അപ്പം ഈ അതിന്റെ അകത്തെയും ഈ മൈക്രോബിയൽ ലോഡ് ഭയങ്കര കൂടുതലുള്ള ഓർഗാനിസത്തിൽ ഒന്ന് തന്നെയാണ് ഫിഷും. അപ്പം അതും ഈ പറയുന്ന ബാക്ടീരിയൽ ആക്ടിവിറ്റി അവിടെ ഇൻക്രീസ്ഡ് ആവുന്നു. അതിന്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേഞ്ചസ് സംഭവിക്കാന്ന് വെച്ചാൽ, മീൻ എങ്ങനെയാ കേടാണോ നമ്മൾ അറിയുന്നത്, അതിന്റെ നമ്മൾ അതിനെ ഒന്ന് നോക്കും, അതിന്റെ കണ്ണ് നോക്കും, ചെകിള നോക്കും. അപ്പൊ അതിന്റെ സർഫസ് സ്ലൈമി ആയിട്ട് നിൽക്കുക. സർഫസ് സ്ലൈമി എന്ന് പറഞ്ഞ ഒരു വഴുവഴുക്കൽ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കൊഴുത്ത ഒരു ദ്രാവകമൊക്കെ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് ഏതോ ഒരു ഓർഗാനിസം പതുക്കെ ആക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് മിക്കവാറും സ്യൂഡോമോണസോ അല്ലെങ്കിൽ മൊറാക്സെല്ല, ആൽക്കലിജീൻസ്, അല്ലെ ലാക്ടോബാസിലസ്, സ്ട്രെപ്റ്റോകോക്കസ്, ല്യൂക്കോണോസ്റ്റോ, ബാസിലസ്, മൈക്രോകൊക്കായി, ഇത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്പീഷീസ് ഓഫ് ഓർഗാനിസം ആക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ പറയുന്ന സർഫസ് ലൈമിനസ് ഉണ്ടാവുന്നത്. ദെൻ ചേഞ്ച് ഇൻ കളർ ഓഫ് മീറ്റ് പിഗ്മെന്റ്സ്, അത് ഉണ്ടാക്കുന്നത് റെഡ് കളർ, ഗ്രീനും ബ്രൗണും ഗ്രേയും ഒക്കെ ആയിട്ട് ചെറിയ ഡിസ്കളറേഷൻ, ആ ചെകിളയ്ക്കൊക്കെ എവിടെയെങ്കിലും അതിന്റെ ശരീരഭാഗത്ത് കളർ ഡിസ്കളറേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതൊക്കെ എയറോബിക് കണ്ടീഷൻ, അത് ഓക്സിജന്റെ പ്രസൻസിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ദെൻ ചേഞ്ച് ഇൻ ഫാറ്റ്, അതിന്റെ അകത്ത് അതിന്റെ ശരീരത്തിനകത്ത് തന്നെ കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പിന് ലിപ്പോലൈസിസും റാൻസിഡിറ്റി, ആ ഫാറ്റ് കേടാവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റാൻസിഡ് ആവുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, എണ്ണ കനച്ചു പോവാന്നൊക്കെ പറയും തെക്കൻ ജില്ലകളിലേക്ക്. വടക്കൻ ജില്ലയിലേക്ക് കേടാവുക എന്ന് തന്നെ പറയും. റാൻസിഡിറ്റി എന്ന് പറയാം, എണ്ണ കനക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രൊസീജിയർ. ഫാറ്റ് കേടാവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ലിപ്പോലൈസിസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഫാറ്റിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നതാണ്. ദെൻ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ആ ഫാറ്റിൽ വരുന്ന ചേഞ്ചസ് ആണ് ആ മീനെ കേടാക്കുന്നത്. ദെൻ ഫോസ്ഫറസെൻസ് എന്ന് പറയുന്നത് ഫോട്ടോബാക്ടീരിയൻ സ്പീഷീസ്. ഫോസ്ഫറസ് എന്നത് നമ്മൾ അതിന്റെ ആ ഡിസ്കളറേഷൻ പോലെ തന്നെ വരുന്ന ഒരു ചേഞ്ച് തന്നെയാണ്. അപ്പോൾ അതും ഈ പറയുന്ന മീറ്റിൽ ഈ ഓർഗാനിസംസ് ഒക്കെ ആക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഉണ്ടാവുന്നത്. ദെൻ സർഫസ് കളേഴ്സ് ഡ്യൂ ടു പിഗ്മെന്റേഷൻ നടക്കുന്നുണ്ട്. എൻസൈംസിന്റെ ആക്ടിവിറ്റി പോലെ തന്നെ പിഗ്മെന്റേഷൻ നടക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് റെഡ് സ്പോട്സ് ഉണ്ടാക്കുന്നത് സെറേഷ്യ മാർസിനസ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ആണ്. അതുപോലെ ഗ്രീനിഷ് ബ്ലൂ കളറാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് പ്രോമോബാക്ടീരിയം എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ബ്ലൂയിഷ് കളർ ഉണ്ടാക്കുന്നത് സ്യൂഡോമോണസ് എന്ന് പറയുന്ന സ്പീഷീസ് ഓഫ് ഓർഗാനിസം ആണ്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഫിഷിൽ കണ്ടുവരുന്ന സ്പോയിലേജ് എന്ന് പറയുന്നത്. ഏത് ഓർഗാനിസംസ് ആണെന്നുള്ളത് പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ മൈക്രോകോക്കസ് ഓർ ഫ്ലേവർ ബാക്ടീരിയം ഗീവ്സ് എ യെല്ലോയിഷ് കളർ. യെല്ലോ കളർ ആണെങ്കിൽ മൈക്രോകോക്കസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. ഗ്രീനിഷ് കളർ ആണെങ്കിൽ പെൻസിലിയം എന്ന് പറയുന്ന സ്പീഷീസ് ആയിരിക്കും. ബ്ലാക്ക് കളർ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ക്ലാഡോസ്പോറിയം എന്ന് പറയുന്ന ഓർഗാനിസംസ് ആണ്. അപ്പം ഇത് കളർ ബേസ്ഡ് ആണ് ഇപ്പൊ പറഞ്ഞ ഓർഗാനിസംസ് ഒക്കെ. ഇനി അടുത്തത് ഓഫ് ടേസ്റ്റും ഓഫ് ഓർഡറും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഫംഗൽ ഗ്രോത്ത് ആണ് മെയിൻ ആയിട്ട് ഓഫ് ഓർഡേഴ്സിന്റെയും ഓഫ് ടേസ്റ്റിന്റെയും റീസൺ എന്ന് പറയുന്നത്. അത് ടൈൻറ്റിങ്ങോ സോറിങ്ങോ സ്റ്റെയിൽ ഫ്ലേവർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഓഫ് ഓർഡർ അല്ലെങ്കിൽ ഓഫ് ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മീൻ കേടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റുകൾ ഉണ്ട്. ഓഫ് ഓർഡർ ആവാൻ ചിലപ്പോൾ സ്മെല്ലായിരിക്കും. ഈ എന്താ പറയാ, ചേറുമീൻ എന്നൊക്കെ പറയത്തില്ലേ, നമ്മള് ചേറ്റിൽ വളരുന്ന മീനുകളുണ്ട്, അവര് അത് ചത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കറി വെച്ച് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സ്മെല്ല് ഫീൽ ചെയ്യും. ഓഫ് ഓർഡർ അത്രയും വരുന്നതിന് കാരണം അതിൻ്റെ അകത്ത് ഫാറ്റ് കണ്ടന്റ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം അത് മിക്കവാറും ബാക്ടീരിയലോ ഫംഗൽ ഗ്രോത്തോ സംഭവിക്കുമ്പോഴായിരിക്കും ഈ ഫ്ലേവറിലും പിന്നെ അതിൻ്റെ അകത്ത് ഓർഡറിനും ഒക്കെ ഭയങ്കര ചേഞ്ചസ് വരുന്നത്. മറ്റേതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലി കാണുന്ന ചേഞ്ചസ് മാത്രമാണ്. അപ്പം ഇതാണ് ഈ ഫിഷിനകത്ത് വരുന്ന മെയിൻ ആയിട്ട് വരുന്ന സ്പോയിലേജ് എന്ന് പറയുന്നത്. സ്പോയിലേജ് ഓഫ് എഗ്സ് ആണ്. എഗ്ഗിനകത്തും ഈ പറഞ്ഞ പോലെ സ്പോയിലേജ് ഉണ്ടാവാറുണ്ട്. മുട്ട ചിലപ്പോൾ നമ്മൾ എന്താ പറയാ, കോഴി മുട്ട ഇടുന്ന സമയത്ത് തന്നെ അത് ചിലപ്പോൾ താഴെ വീഴുന്ന സമയത്തിൽ ചെറിയ ക്രാക്കോ അല്ലെങ്കിൽ ലീക്കോ ഒക്കെ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള സർഫസിലേക്കാണ് അത് വീഴുന്നതെങ്കിൽ അവിടെ നിന്ന് തന്നെ ചിലപ്പം ചില സമയത്ത് സ്പോയിലേജ് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അവരത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ക്രാക്കും അതൊന്നും അവർക്ക് മൈന്യൂട്ട് ആയിരിക്കും, വളരെ മൈന്യൂട്ട് ആയിരിക്കും. ആ ഷെല്ലിന്റെ ബ്രേക്കേജ് അവർക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. അപ്പം അത് ഇരുന്നിരുന്ന് മറ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ ക്രോസ് കണ്ടാമിനേഷനോ അല്ലെങ്കിൽ അവിടെ തന്നെ പുറത്തുനിന്നുള്ള ആ എന്താ പറയാ എയറോബിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമ്പോഴത്തേക്കിന് അതും സ്പോയിലേജ് ആയിട്ട് വരാറുണ്ട്. ചില സമയത്ത് നമുക്ക് ബ്ലഡ് ക്ലോട്ട്സ് അല്ലെങ്കിൽ ബ്ലഡിനെസ് ഒക്കെ കാണാറുണ്ട്. ട്രാൻസ്ലൂസന്റ് സ്പോട്സ് മുട്ട പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ കാണാം, എപ്പോഴും ഇപ്പൊ ഒരു കുഞ്ഞ് സ്പോട്ടൊക്കെ കാണാറുണ്ട്. അത് അതിന്റെ ഗ്രോത്തിന്റെ പാർട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ അതല്ലാണ്ട് വലിയ ക്ലോട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതിന്റെ സ്പോയിലേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സ്യൂഡോമോണസും അസൈൻറ്റോബാക്ടർ, ആൽക്കലിജീൻസ്, സർട്ടൻ കോളിഫോം ബാക്ടീരിയ ഇവരൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ എഗ്ഗിനെ സ്പോയിലേജ് ഉണ്ടാക്കുന്നത്. അതുപോലെ പ്രോട്ടിയസ് സ്പീഷീസ് ഓഫ് ഓർഗാനിസം എയ്റോമോണസ്, സെറേഷ്യ, സ്പോറോട്രിക്കം,
ഇതെല്ലാം ഈ റോഡ്സ് ഇൻ എഗ്സ് എന്ന് പറയുന്ന റോട്ടൺ എഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു കേടാവുക അല്ലെ മുട്ട ചീത്തയാവുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് റോട്ടൺ എഗ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിക്കാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം ആക്ട് ചെയ്യാം. ചിലപ്പം 1-2 സ്പീഷീസ് അല്ല അതിലേറെ സ്പീഷീസ് ആക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ആക്ടിവിറ്റി, മൈക്രോബിയൽ ആക്ടിവിറ്റി കൂടുമ്പോൾ അത് വേഗം അത് സ്പോയിലേജിലേക്ക് എത്തുന്നുണ്ട്. കോമൺ ആയിട്ട് ഇത്രയും മനസ്സിലാക്കേണ്ടേ ഉള്ളൂ. ഇതൊക്കെയാണ് ഓർഗാനിസം വിച്ച് കോസസ് സ്പോയിലേജ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്. ഒരേ ഓർഗാനിസം അല്ല എല്ലാ ഫുഡിനകത്തും വരുന്നത്, ഓരോന്നിനകത്തും ഓരോന്നും സ്പെസിഫൈ ചെയ്ത് മാറുന്നുണ്ട്. ചില ഓർഗാനിസംസ് എല്ലാ ഫുഡിനകത്തും ആക്ട് ചെയ്യാറുണ്ട്. അത് ഈ പറയുന്ന പോലെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോ ഓർഗാനിസത്തിനും ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഫേവറബിൾ ആയിട്ട് വേണ്ടുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ pH അങ്ങനത്തെ ഉള്ള ന്യൂട്രീഷൻ അങ്ങനത്തെ പറയുന്ന ലൈറ്റ്, ഓക്സിജൻ, വാട്ടർ അവൈലബിലിറ്റി, ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഓരോ ഫുഡിനകത്തും ആ ഓർഗാനിസത്തിന് ഫേവറബിൾ ആയിട്ടുള്ള സിസ്റ്റം കിട്ടുന്ന സമയത്തിൽ അവരവിടെ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് സ്പീഷീസ് മാറി മാറി വരുന്നത്. ക്യാൻഡ് ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രിസർവേഷൻ മെത്തേഡിൽ പറയുന്ന ഒരു സംഭവമാണ് കാനിങ് എന്ന് പറയുന്നത്. കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ പ്രൊസീജിയറിലാണ് നമ്മളൊരു ഫുഡ് ഒരു ക്യാനിനകത്തേക്ക് പാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അത് വീണ്ടും ഫുഡ് കുക്ക്ഡായ ഫുഡിനെ നമ്മൾ ക്യാൻ്റെ അകത്ത് വെക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് പ്രോസസ്സിങ് കഴിഞ്ഞ ഫുഡിനെയാണ് പൊതുവെ ക്യാനിൻ്റെ അകത്ത് കൊണ്ടുവരിക. നമുക്ക് ഫിഷ് ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അവൈലബിൾ ആയിട്ട് ക്യാൻഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ആ ക്യാൻ എന്ന് പറയുന്നത് ടിന്നാണ്, മെറ്റൽ ടിന്നിനകത്താണ് നമുക്ക് കാനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ നടത്തുക. കാരണം ഗ്ലാസ് പറ്റില്ല, പ്ലാസ്റ്റിക് പറ്റില്ല, ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ് മെത്തേഡിൽ വരുന്ന സാധനമാണ് കാനിങ്. അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ വലിയ വിഷയമായതുകൊണ്ട് ഇതിന് മെറ്റലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ മെറ്റൽ ക്യാൻ്റെ അകത്ത് ഫുഡ് എടുത്തു വെക്കുന്നു. എന്നിട്ട് അത് സീൽ ചെയ്യാണ്. അത് സീൽ ചെയ്തതിന് ശേഷമാണ് ഇത് വീണ്ടും ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് പോയി അവിടുന്ന് ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അതിനെ നമ്മൾ സെൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പൊ ഈ ക്യാൻഡ് ആയിട്ടുള്ള ഫുഡിനകത്തും സ്പോയിലേജ് നടക്കും. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതാണ്. അപ്പം ആ ക്യാൻ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവണം. ക്യാൻ വയറ് വീർത്ത മാതിരി ഇങ്ങനെ വീങ്ങി നിൽക്കുക, അല്ലെങ്കിൽ അതിന്റെ ഡിസ്കളറേഷൻ, അതിന്റെ പുറത്ത് ലേബൽ ഉണ്ടെങ്കിൽ ലേബലിലൊക്കെ എന്തെങ്കിലും എണ്ണയോ ഒക്കെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ക്യാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഫുഡ് പാർട്ടിക്കിൾസിന് ഡിസ്കളറേഷൻ, സാധാരണ റെഗുലറായി നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം അതിന് ഡിസ്കളറേഷൻ ഉള്ള പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ക്ലൗഡിനെസ്, ഈ എണ്ണ എന്താ പറയാ ഒരു പാട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ചിലപ്പോൾ അതിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂവിന് വരെ കേടുവരാനുള്ള, മീൻസ് കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് കെമിക്കൽ സ്പോയിലേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും ക്യാൻ ബൾക്ക് ലീക്ക് ആവുക, അല്ലെങ്കിൽ ക്യാനിന് സ്വെല്ലിംഗ് ഉണ്ടാവുക. അതിനകത്ത് എന്തൊക്കെയോ കെമിക്കൽ ആക്ഷൻസ്, ഈ ടെമ്പറേച്ചറും ഇതെല്ലാം കൂടി ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കെമിക്കൽ ആക്ഷൻസ് നടന്നതിന് ശേഷം ഈ ക്യാൻ പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ സ്വെല്ല് ചെയ്ത് ഇങ്ങനെ വീങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വരുന്നതിനാണ് കെമിക്കൽ സ്പോയിലേജ് ഒക്കെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ബയോളജിക്കൽ സ്പോയിലേജ് വരുന്നത് അറ്റാക്ക് ബൈ തെർമോഫിലിക് ആൻഡ് മീസോഫിലിക് ബാക്ടീരിയ. ഈ തെർമോഫിലിക് മീസോഫിലിക് എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് ബാക്ടീരിയസ് ആണ് കോമൺ ആയിട്ട് നമ്മളെ ക്യാനിനെ അറ്റാക്ക് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. ഫ്ലാറ്റ് സോർ സ്പോയിലേജ്, ഇതും ഈ കാനിങ്ങിന്റെ അകത്തുള്ള ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. അപ്പം അതിൻ്റെ അകത്ത് വരുന്നത് സോറിങ് ആണ്, പുളിപ്പ് ഉണ്ടാവുക, ഭക്ഷണത്തിൽ പുളിപ്പ് പോലെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഫ്ലാറ്റ് സോർ സ്പോയിലേജ് എന്ന് പറയുന്നത്. അത് ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ് ഈ ഫ്ലാറ്റ് സോർ ഉണ്ടാക്കുന്നത്. അടുത്ത TA സ്പോയിലേജ് എന്ന തെർമോഫിലിക് അനൈറോബ്സിന്റെ സ്പോയിലേജ് ആണ്. അത് ആസിഡും ഗ്യാസും പ്രൊഡക്ഷൻ ക്യാൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ കെമിക്കൽ സ്വെല്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് തെർമോഫിലിക് അനൈറോബ്സ് ആണ് ഇതിന്റെ കാരണമായിട്ട് നിൽക്കുന്നത്. ദെൻ സൾഫൈഡ് സ്പോയിലേജ് ആണ്. അത് സൾഫറ്റോമാക്കുലം നിഗ്രിഫിക്കൻസ് അവര് കോളനീസ് ഫോം ചെയ്യുക. ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ 1-2 തവണ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ക്യാന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഫുള്ള് കറുത്ത പാട മാതിരി ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഈ പറയുന്ന സൾഫൈഡ് സ്പോയിലേജ് ഓർഗാനിസംസ് ആണ്. ഈ സൾഫോട്ടോമാക്കുലം എന്ന് പറയുന്ന നെഗ്രിഫിക്കൻസ് എന്ന് പറയുന്ന ഓർഗാനിസം ആക്ട് ചെയ്തിട്ടാണ് ഈ ബ്ലാക്ക് കോളനീസ് ഫോം ചെയ്യുന്നത്. അത് സ്പോയിൽഡ് ആണ്, ആ ഫുഡ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചില മഹാന്മാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കറുത്ത ആ ലെയർ നമ്മളെടുത്ത് പതുക്കെ സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റിയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. ഭാഗ്യവശാൽ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ചില സമയത്തിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് പോവാനും സാധ്യതയുണ്ട്. വയറിളക്കം, ഛർദി ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഇതിന്റെ
പ്രൈമറി ലെവൽ കോംപ്ലിക്കേഷൻസ്. സിവിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഡെത്തിലേക്ക് വരെ കൊണ്ടെത്തും എന്ന് പറയുന്നത്. ക്ലോസ്ട്രീഡിയം സ്പീഷീസ് ആണ് പിന്നെ ഇതിനകത്തുള്ള പ്യൂട്രിഫാക്റ്റീവ് പ്രോട്ടിയോലൈറ്റിക് ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന ക്ലോസ്ട്രീഡിയം സ്പീഷീസ് എന്ന് പറയുന്നത്. അവർ അമോണിയയും അതുപോലെ തന്നെ മറ്റ് ഗ്യാസുകളൊക്കെ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഈ ഒരു കേടാകുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ്. പ്യൂട്രിഫാക്റ്റീവ് ഓർഗാനിസം സാധാരണ എല്ലാ ഫുഡിനകത്തും ഉള്ളതാണ്. ക്യാൻ ഫുഡിനകത്താണ് അവർ കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ക്ലോസ്ട്രീഡിയം സ്പീഷീസിന്റെ ആക്ടിവിറ്റി കൊണ്ട് കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഈ ക്യാൻസ് സ്വെൽ ചെയ്യാറുണ്ട്. അപ്പം ഇതും ഒരു ടൈപ്പ് ഓഫ് സ്പോയിലേജ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ക്യാൻ ഫുഡ് പ്രോഡക്ട്സ്. ദെൻ അപ്പൊ നമ്മുടെ സ്പോയിലേജും കണ്ടാമിനേഷനും ഒക്കെ കഴിഞ്ഞു. ഫിസിക്കൽ കണ്ടാമിനേഷൻ, കെമിക്കൽ കണ്ടാമിനേഷൻ, ബയോളജിക്കൽ കണ്ടാമിനേഷൻ ആൻഡ് ക്രോസ് കണ്ടാമിനേഷൻ, അത് 4 കഴിഞ്ഞു. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു നമുക്ക് സ്പോയിലേജ്. ഡിഫറെന്റ് ഫുഡില് പോസിറ്റീവ് ഓർഗാനിസം അവരുണ്ടാക്കുന്ന സ്പോയിലേജ് ചെയ്ത് ടൈപ്പ് ആണെന്നുള്ളത് അത് കുറച്ച് നല്ലതായിട്ട് ഇരുത്തി വായിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു വെറുതെ ഒരു റഫ്ലി ഇങ്ങനെ കുറഞ്ഞ ക്ലാസ് കൊണ്ട് എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. കാരണം പേരുകളൊക്കെ വായിക്കൊള്ളാത്ത പോലത്തെ പേരുകളാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് കുറച്ചധികം വായിച്ച് ആ സബ്ജക്റ്റുമായിട്ട് ലിങ്ക് ആയി പോവാം. ബാക്കിയുള്ളതൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ കുറച്ചും കൂടി ഈസിയർ ആണ്. അപ്പം അടുത്തത് ഇനി അതിന്റെ ഒരു എക്സ്റ്റൻഷൻ, അടുത്ത ഒരു പാർട്ടാണ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ഈ അഡൾട്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രക്രിയയാണ്. പക്ഷെ അതിന് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാരണം എന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അഡൾട്രേഷൻ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് എ പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഇൻ ടു എ ഫുഡ് or the removal of a vital element from the food. അപ്പം ഈ 2 സംഭവവും നമ്മുടെ ഒരു ഭക്ഷണ സാധനത്തിൽ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അഡൾട്രേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു വില കുറഞ്ഞ ഒരു വസ്തുവിനെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് നമ്മൾ ആഡ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു മൂല്യവർദ്ധിത വസ്തുവിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. നമ്മുടെ മുമ്പിലുള്ള ഒരു വളരെ സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ ആണ്, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു ഫുഡുണ്ട്, നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്റെ വീട്ടില് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ചേട്ടാ, നിങ്ങൾ എക്സ്ട്രാ ഇനി ഇങ്ങോട്ട് തരണ്ട എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവസ്തു, പാല് അല്ലെ. അപ്പൊ ആ പാലിനകത്ത് പശുവിനെ വളർത്തുന്ന ആൾക്കാർ പാല് കൊണ്ട് തരുമ്പോ അതിനകത്ത് വെള്ളം ചേർത്താൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അഡൾട്രേഷൻ. അതിനകത്ത് വെള്ളം ചേർത്താൽ അത് അഡൾട്രേഷൻ ആണ്. ഇൻഫീരിയർ അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാധനത്തിനെ ആ ഭക്ഷണത്തിലേക്ക് ചേർത്തു, അത് അഡൾട്രേഷൻ ആണ്. ഇനി നമ്മള് പാല് നമ്മൾ അവര് ചൂടാക്കിയിട്ടാണ് നമുക്ക് തരുന്നതെന്ന് സങ്കല്പിക്കുക. ഇപ്പൊ നമ്മളിപ്പം വാങ്ങുന്ന പാക്കറ്റ് പാലിനെ നമ്മൾ എടുക്കാം. അപ്പൊ ഈ പാക്കറ്റ് പാല് ഇവര് ബോയിൽ ചെയ്തിട്ട് അതിനകത്തുനിന്ന് നെയ്യ് അവരെടുക്കാറുണ്ട്. അപ്പൊ ആ നെയ്യ് അതിനകത്തുനിന്ന് അതിന്റെ ഒരു പിന്നെ എന്താ പറയാ, ഒരു നല്ല സാധനമാണ് അല്ലെ, വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നെയ്യ് എന്ന് പറയുന്നത്. ആ നെയ്യ് അവര് നമ്മുടെ വില്ലോട് കൂടിയിട്ട് അല്ലാണ്ട് എടുക്കുവാണെങ്കിൽ അതിനെ നമ്മൾ അഡൾട്രേഷൻ എന്ന് പറയും. അപ്പം ഒരു ഫുഡിൽ തന്നെ ഈ 2 പ്രോസസ്സും നടക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് മിൽക്ക്. ഇൻഫീരിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അഡീഷനും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം അതിനകത്തു നിന്നൊരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ, അതിന്റെ ഇൻഗ്രീഡിയന്റിനെ നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫാറ്റിന്റെ റിമൂവലും അഡീഷൻ ഓഫ് വാട്ടറും, ഈ 2 കൂടി പറഞ്ഞ് നമുക്ക് അഡൾട്രേഷൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഫുഡ് അഡൾട്രേഷൻ ഇസ് ദ ആക്ട് ഓഫ് ഇന്റൻഷനലി ഡിബേസിംഗ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് ഓഫേർഡ് ഫോർ സെയിൽ either by the admixture or substitution of inferior or substances or by the removal of some valuable ingredient. ഇതിൽ ഏത് സംഭവം നടന്നാലും, ഇത് ആഡ് ചെയ്യുന്നതായാലും റിമൂവ് ചെയ്യുന്നതായാലും ഒക്കെ, അത് ക്വാളിറ്റി ഉള്ളതായാലും ക്വാളിറ്റി ഇല്ലാത്തതായാലും ഒക്കെ നമ്മൾ ഇന്റൻഷനലി ചെയ്യുവാണെങ്കിൽ അതിനെയാണ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ആ ഇന്റൻഷൻ എന്ന് പറയുന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ അഡൾട്രേഷൻ എന്ന് പറയുന്നത് 2 തരത്തിൽ നടക്കാറുണ്ട്. ഇന്റൻഷനലി നടക്കാറുണ്ട്, നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതുണ്ട്. അൺഇൻറ്റൻഷനൽ ആയിട്ട്, അതായത് ബൈ ആക്സിഡന്റൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പം എന്താ പറയാ, ഏതെങ്കിലും ഒരു ഫുഡ് മെറ്റീരിയൽ നമ്മളിപ്പം അവിടെ നിന്ന് ഒരു ബ്രേക്കേജ് ഉണ്ടായി, ഒരു മെഷീനറിന്റെ ബ്രേക്കേജ് കൊണ്ട് എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ അതിനകത്ത് ബൈ ചാൻസിൽ അതിനകത്ത് വീണു. അപ്പൊ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പാക്കറ്റിന്റെ അകത്ത് അങ്ങനെ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അത് ഇന്റൻഷനൽ ആവണമെന്നില്ല. അത് അവിടെ ബ്രേക്കേജ് ഉണ്ടായപ്പം അറിയാണ്ട് വീണതാണെന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ നേരത്തെ പഠിച്ച ഫിസിക്കൽ കണ്ടാമിനേഷനിൽ വരും. പക്ഷെ അഡൾട്രേഷന്റെ സെൻസിൽ വരുമ്പോൾ അതൊരു അൺഇൻറ്റൻഷനൽ അഡൾട്രേഷൻ ആയിട്ടാണ് അതിനെ പറയുന്നത്. അപ്പൊ ഇനി ആ ഫുഡ് അഡൾട്രേഷൻ എങ്ങനെയാണ്, എപ്പോഴാണ് നമുക്കൊരു ഫുഡിനെ അഡൾട്രേറ്റഡ് ആണെന്ന് പറയാൻ പറ്റുന്നത്? ആദ്യത്തേത് അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിരുന്നു. ഇനി അതിനെ പലതരത്തിൽ നമുക്ക് പറയാം. എ സബ്സ്റ്റൻസ് ഈസ് ആഡഡ് വിച്ച്
depreciates or injuriously affects it. അതിനെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കുന്ന സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനെ അഡൾട്രേറ്റഡ് ഫുഡ് എന്ന് പറയാം. ചീപ്പർ ഓർ ഇൻഫീരിയർ സബ്സ്റ്റൻസസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹോളി ഓർ ഇൻ പാർട്ട്. മുഴുവനായിട്ട് ചേർക്കുകയോ അല്ലെങ്കിൽ കുറച്ചായിട്ട് ചേർക്കുകയോ ചെയ്ത ചീപ്പർ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് അഡൾട്രേഷൻ. എനി വാല്യൂബിൾ ഓർ നെസസറി കോൺസ്റ്റിറ്റ്യൂന്റ് ഹാസ് ബീൻ ഹോളി ഓർ ഇൻ പാർട്ട് അബ്സ്ട്രാക്റ്റഡ്. അതിന്റെ അതൊന്ന് എടുക്കുവാണെങ്കിലും അതിനെ പറയാം. ഇറ്റ് ഈസ് ആൻ ഇമിറ്റേഷൻ. ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ഇതുപോലെ തന്നെയാണ് അത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് അഡൾട്രേഷൻ ആയിട്ട് പറയാം. അതായത് ഒരേ പേരില് ഒരു കണ്ടാൽ ഇപ്പൊ മിൽമ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ പാലുണ്ട്, ആ മിൽമ എന്നുള്ളതിന്റെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മിൽമ എന്ന് തന്നെ തോന്നുന്ന പേരിലുള്ള ഏതെങ്കിലും ഒരു സാധനം വരുവാണെങ്കിൽ അതിനെ ആ കോപ്പി ക്യാറ്റാണ് അല്ലെ, അപ്പൊ അതിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ അഡൾട്രേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഇസ് കളേർഡ് ഓർ അതർവൈസ് ട്രീറ്റഡ് ടു ഇംപ്രൂവ് ഇറ്റ്സ് അപ്പിയറൻസ് ഓർ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എനി ആഡഡ് സബ്സ്റ്റൻസസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ന്യൂട്രിയൻ ക്വാളിറ്റി ഒന്നും ഇംപ്രൂവൈസ് ചെയ്യുന്നില്ല, പക്ഷെ വെറുതെ കുറെ കളറും കുറെ സാധനമൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത കുറെ സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ട് ഒരു ഫുഡിനെ ഉണ്ടാക്കി കൊണ്ട് തന്നു കഴിഞ്ഞാൽ അതും അഡൾട്രേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. ഫോർ വാട്ട് എവർ റീസൺസ് ഇഫ് ഇറ്റ്സ് ക്വാളിറ്റി ഈസ് ബിലോ ദ സ്റ്റാൻഡേർഡ്. ഒരു ഏത് ഭക്ഷണ സാധനത്തിനും ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഫുഡ് ആക്ടിന്റെ ഒരു ബുക്കാണ്. അതിനകത്ത് ഈ ഓരോ സബ്സ്റ്റൻസിനെ പറ്റിയിട്ട് നമ്മൾ ന്യൂട്രിറ്റീവ് വാല്യൂവിന്റെ കാര്യം പറഞ്ഞ മാതിരി പോയിന്റ് വൈസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് റെഫറൻസിന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954 ആണ്. അപ്പൊ അത് ആ ബുക്ക് റിവൈസ് ചെയ്ത എഡിഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അത് വേണമെങ്കിൽ വായിച്ചു നോക്കിയാൽ ഇതിന്റെ എങ്ങനെയാണ് ഇത് ഈ പോയിന്റ്സുകളെല്ലാം അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആവും. അപ്പൊ ഫോർ വാട്ട് എവർ റീസൺസ് ഇറ്റ്സ് ക്വാളിറ്റി ഈസ് ബിലോ ദ സ്റ്റാൻഡേർഡ്. അപ്പൊ ഓരോ ഭക്ഷണ സാധനത്തിനും ഒരു മിനിമം സ്റ്റാൻഡേർഡ് സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഈ പറയുന്ന അഡൾട്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂളിനകത്ത് കൃത്യമായിട്ട് അല്ല ആക്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡിനകത്തുനിന്ന് ഇത് പ്ലസ് ഓർ മൈനസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അഡൾട്രേഷൻ ആയിട്ട് എടുക്കാം. അഡൾട്രേറ്റഡ് ഫുഡ് ഇസ് ഡേഞ്ചറസ് ബിക്കോസ് ഇറ്റ് മേ ബി ടോക്സിക് ആൻഡ് ക്യാൻ അഫക്ട് ഹെൽത്ത് ആൻഡ് ഇറ്റ് കുഡ് ഡിപ്രൈവ് ന്യൂട്രിയൻസ് എസെൻഷ്യൽ ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അഡൾട്രേറ്റഡ് ഫുഡ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്. ബിക്കോസ് അത് ഈ പറഞ്ഞ പോലെ ചീപ്പർ സബ്സ്റ്റൻസസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെ ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതായതുകൊണ്ട് തന്നെയാണ് അതിനെ വളരെ ഡേഞ്ചറസ് ആണ് എന്ന് പറയാനുള്ള കാരണം. ഇനി ടൈപ്സ് ഓഫ് അഡൾട്രേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റൻഷനലും പിന്നെ അൺഇൻറ്റൻഷനലും ആണ് നമ്മൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് ഓഫ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനെ കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് അഡൾട്രേഷൻ എന്ന് പറയുന്നത് ഇന്റൻഷനൽ അഡൾട്രേഷൻ ഉണ്ട്, ഇൻസിഡന്റൽ അഡൾട്രേഷൻ ഉണ്ട്, മെറ്റാലിക് കണ്ടാമിനൻസ് ഉണ്ട്. ഇത് മൂന്നും ടൈപ്സ് ഓഫ് അഡൾട്രേഷനിൽ പറയാവുന്നതാണ്. അപ്പം ഇന്റൻഷനൽ അഡൾട്രേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ഇന്റൻഷനൽ അഡൾട്ടറൻസ്. വ്യത്യാസമുണ്ട്. അഡൾട്രേഷന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് പറയുന്ന പേരാണ് അഡൾട്ടറൻസ്. അപ്പൊ ഇന്റൻഷനൽ അഡൾട്ടറൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ അരിക്കകത്ത് കല്ലിടുക, അത് സാൻഡ്, നോർമൽ സാൻഡ് ആവാം, മാർബിൾ ചിപ്സ് ആവാം, സ്റ്റോൺസ് ആവാം, മഡ് ആയിരിക്കും, അതർ ഫിൽത്ത് അങ്ങനത്തെ ഉള്ള ഏതെങ്കിലും പ്രോഡക്ട്സ് ആവാം, അല്ലെങ്കിൽ ടാൽക്കം പൗഡർ ആയിരിക്കാം, ചോക്ക് പൗഡർ, വാട്ടർ, മിനറൽ ഓയിൽ ആൻഡ് ഹാംഫുൾ കളേഴ്സ്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമ്മുടെ സീരിയൽ പ്രോഡക്ട്സിനകത്ത്, ഗ്രെയിൻസിനകത്ത്, പൾസസിന്റെ അകത്ത്, ഓയിലിനകത്ത്, ഷുഗർ, സോൾട്ട് അങ്ങനെയൊക്കെ ഉള്ള സാധനത്തിനകത്താണ്. ഇപ്പൊ സാൻഡ്, മാർബിൾ ചിപ്പ്, സ്റ്റോൺ ഇതൊക്കെ നമുക്ക് അരി, പയറ്, അങ്ങനത്തെ ഉള്ള സാധനത്തിനകത്താണ്. അപ്പോ ഇങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് ഇതിനകത്തും ആഡ് ചെയ്യാറുള്ളത്. മിനറൽ ഓയിൽ പൊതുവെ ഇൻസിഡന്റൽ അല്ല, ഈ ഇന്റൻഷനൽ അഡൾട്രൻസ് കോമൺ ആയിട്ട് വരുന്ന ഫുഡ് മെറ്റീരിയൽ ആണ്. മിനറൽ ഓയിൽ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്താണ് ആഡ് ചെയ്തിട്ട് കാണാറുള്ളത്. ഹാംഫുൾ കളേഴ്സ് വരുന്നത് നമ്മുടെ സ്പൈസസ് പൗഡേഴ്സിന്റെ അകത്തൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്റൻഷനൽ അഡൾട്രൻസ്. ഇതൊക്കെ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്യുന്നത് ആയതുകൊണ്ടാണ് ഇന്റൻഷനൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്റൻഷനൽ അഡൾട്രൻസ് എന്ന് പറയുന്നത് നമ്മൾ പർപ്പസ്ഫുള്ളി അതിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന പ്രോഡക്ട്സിന് പറയുന്ന പേരാണ് ഇന്റൻഷനൽ അഡൾട്രൻസ്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ ഭക്ഷണ സാധനങ്ങൾക്കകത്ത് നമ്മൾ കണ്ടുവരുന്ന വസ്തുക്കളാണ്. അടുത്തത് ഇൻസിഡന്റൽ അഡൾട്രേഷൻ ആണ്. ഇൻസിഡന്റൽ അഡൾട്രേഷൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ റോഡൻസ്, പേലിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചില പ്രാണികളുടെ ഒക്കെ കാഷ്ടം അതിനകത്ത് വീഴുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണി ചത്തിട്ട് അതിന്റെ പാർട്സ് എന്തെങ്കിലും നമുക്ക് അതിനകത്തൊന്ന് കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ മോത്ത് പോലെയുള്ളതിന്റെ ഒക്കെ ലാർവെ കണ്ടു കിട്ടുക. ഇതൊക്കെ എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളി അവർ ചെയ്യുന്നതല്ല. പക്ഷെ ഡ്യൂറിങ് ദി പ്രോസസ് എവിടെന്നെങ്കിലും എങ്ങനെങ്കിലും അതിനകത്ത് വീഴുകയാണെങ്കിൽ
അതിനെയും ടൈപ്പ് ഓഫ് അഡൾട്രേഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ഒരു ഇന്റൻഷൻ, അതിന്റെ അകത്ത് പ്രത്യേകിച്ച് അവർക്കൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഇൻസിഡന്റൽ അഡൾട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതും ഒരു പെർമിസിബിൾ ലെവൽ ഉണ്ട് കേട്ടോ. ഓരോ ടൈപ്പ് ഓഫ് അഡൾട്രേഷനും പെർമിസിബിൾ ലെവൽ ഉണ്ട്. ഇത്ര വരെ നമുക്ക് നോർമലി ആക്സെപ്റ്റബിൾ ആണ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇത്. അപ്പം ഇൻസിഡന്റൽ അഡൾട്രേഷൻ ഇപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ്. അടുത്തത് വരുന്നതാണ് മെറ്റാലിക് കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ പെസ്റ്റിസൈഡ്സിന്റെ അകത്തുനിന്ന്, പെസ്റ്റിസൈഡ്സ് നമ്മൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ കെമിക്കൽ കണ്ടാമിനേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് നമ്മുടെ ഫുഡിനകത്ത് പെർമിസിബിൾ ലെവലിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ മെറ്റാലിക് കണ്ടാമിനൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാക്കി അഡൾട്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ലെഡ്, വെള്ളത്തിൽ കലർന്നിട്ടുള്ള ലെഡിന്റെ ഒരു പെർമിസിബിൾ ലെവൽ ഉണ്ട്. അതിന് മുകളിലാണെങ്കിൽ അതിനെ മെറ്റാലിക് കണ്ടാമിനന്റ് ആയിട്ട് ഒരു ടൈപ്പ് ഓഫ് അഡൾട്രേഷനിൽ കൺസിഡർ ചെയ്യാം. ദെൻ കെമിക്കൽ, മറ്റേതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിനകത്ത്, ലൈക് ക്യാനിന്റെ അകത്തുള്ള കെമിക്കൽ കോമ്പണൻസ് നമ്മുടെ ഫുഡിനകത്തേക്ക് കലർന്നിട്ടുണ്ടെന്ന് നമുക്ക് സംശയം തോന്നുവാണെങ്കിൽ അതിന്റെ പെർമിസിബിൾ ലെവൽ ഇത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ടൈപ്പ് ഓഫ് അഡൾട്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റൻഷനൽ ആൻഡ് അൺഇന്റൻഷനൽ അഡൾട്രേഷന്റെ കുറച്ചും കൂടെ ബ്രീഫായിട്ട് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കോമൺ അഡൾട്രേറ്റഡ് ഫുഡ്സ്. അപ്പൊ ഞാനിപ്പോ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. അതിനെ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതില് വന്നിരിക്കുന്ന ആ പോയിസണസ് ഓർ ഡെലിറ്റീരിയസ് സബ്സ്റ്റൻസ്, ഫിൽത്ത്, ഫോറിൻ മാറ്റർ, ഇത് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടെന്നുള്ളതാണ് ഇത് കേട്ടോ. ആ ഫിൽത്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് എക്സ്ട്രേനിയസ് മെറ്റീരിയൽ ഇൻക്ലൂഡ്സ് എനി ഒബ്ജക്ഷനബിൾ സബ്സ്റ്റൻസസ് ഇൻ ഫുഡ് സച്ച് ആസ് ഫോറിൻ മാറ്റർ. അത് ഏതൊക്കെയാണ്? ഗ്ലാസ്, മെറ്റൽ, പ്ലാസ്റ്റിക്, വുഡ്, സ്റ്റോൺ, ഇതൊക്കെയാണ്. അതുപോലെ പോയിസണസ്, ഡെലിറ്റീരിയസ് സബ്സ്റ്റൻസ്, ഇതൊക്കെ നമ്മൾ ആ ഫുഡ് അഡൾട്രേഷനിൽ യൂസ് ചെയ്യുന്ന ചില കോമൺ ടേംസ് ആണ്. അത് നിങ്ങൾക്ക് ഒരു ഫർദർ റെഫറൻസിന് വേണ്ടി ഞാൻ വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് സ്ലൈഡ്.